ഇന്ന് രാത്രി ശാന്തമായിട്ട് നമുക്ക് തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. അതിന് ആധാരമായിട്ട് നമ്മൾ വായിച്ചത് 2 വാക്യമാണ് ഇവിടെ വായിച്ചു കേട്ടത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യവും അതിൻ്റെ 35-ാമത് തിരുവെഴുത്തുമാണ്. ആ 2 വാക്യം ഒരിക്കൽ കൂടി ഒന്ന് മക്കൾ വായിച്ച് സഹായിച്ചാട്ട്. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരുടെ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. പരമസമ്പന്നനിധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസ. പരമസമ്പന്നനിധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. ദൈവകരുണയിൻ ധനമാകാൽമ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിൻ ധനമാകാൽമ്യം. ദേവദൂതൻ പശുശാലയിൽ നരന. ദേവദൂതൻ പശുശാലയിൽ നരന. ദേവദൂതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ദേവദൂതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ചമച്ചവൻ ഒരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിൻ ധനമാകാൽമ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിൻ ധനമാകാൽമ്യം. ചുമന്നവൻ ഗിരിമുകളേറി. ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാൽകളതിന്മേൽ. കുരിച്ചു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാൽകളതിന്മേൽ. ശരിക്കിരും പാണികൾ തറപ്പതിനായി അതു സ്മരിക്കുകിൽ വിസ്മയനീയം. ശരിക്കിരും പാണികൾ തറപ്പതിനായി അതു സ്മരിക്കുകിൽ വിസ്മയനീയം. ദൈവകരുണയിൻ ധനമാകാൽമ്യം നാവാൽ വർണ്യമോ.
ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ ദൈവകരുണയിൻ ധനമാഹാത്മ്യം. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും ഒരിക്കൽ കൂടി വന്ദനവും നന്ദിയും ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 29 അതിൻ്റെ 35 തിരുവെടുത്തുകളാണ് വായിച്ചത്. ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാട്ടെ. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പിറ്റന്നാൾ യേശു പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. വളരെ പരിചിതമായ തിരുവെടുത്താണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. കടന്നു പോകുന്ന യേശു ക്രിസ്തുവിനെ നോക്കിയിട്ട് പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ എന്ന പ്രയോഗത്തോടു കൂടി യേശുവിനെ 2-3 ഇടങ്ങളിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 29-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ മോളെ. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവത്തിന് സ്തോത്രം. 19-ാം അധ്യായത്തിലും കർത്താവിനെ ഇതാ എന്ന പ്രയോഗത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാം. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. ഇതാ എന്ന് യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് വീണ്ടും പറയുകയാണ്. അവിടെ ആ ഭാഗത്തേക്ക് നമുക്ക് പിന്നാലെ വരാം. ഈ രാത്രി ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്തൃദാസനും കുടുംബത്തിനും ചുമതലപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:29-35 ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഇന്ന് രാത്രി വളരെ ശാന്തമായിട്ട് നമുക്ക് ദൈവ വചനത്തിൽ നിന്ന് ചിന്തിക്കാം. എന്തിനാ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുവിശേഷ യോഗം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പല കാരണമുണ്ട്. ഒന്ന്, എല്ലാവരും യേശു ക്രിസ്തുവിനെ അറിയണം. 2, അറിയുക മാത്രമല്ല എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. 3, ഈ പ്രസംഗിക്കുന്നത് എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കണം. ഇന്ന് പലയിടങ്ങളിലും പ്രസംഗങ്ങൾ നടക്കുന്നു, പക്ഷേ പലർക്കും മനസ്സിലാകുന്നില്ല. 1, മനസ്സിലാകുന്ന രീതി പറയുന്നില്ല. 2, ഈ പറയുന്നവർക്ക് തന്നെ ഇതെന്തുവാന്ന് അവർക്കും വലിയ തിട്ടമില്ല. 3, ഇത് കഴിഞ്ഞേച്ച് പോകുന്ന ആൾക്കാരോട് ചോദിക്കുക, എന്തുവാ അവിടെ പറഞ്ഞ്? ഇപ്പൊ ചെല്ല് എല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു. അതല്ല, 5 മിനിറ്റോ 10 മിനിറ്റോ സംസാരിച്ചുള്ളെങ്കിലും അത് എന്തുവാണെന്ന് മനസ്സിലാക്കണം. ഇന്ന് പലർക്കും പല കാര്യവും മനസ്സിലാകുന്നില്ല. നമുക്ക് വളരെ ശാന്തമായിട്ട് ഇന്ന് രാത്രി ചില കാര്യങ്ങൾ ചിന്തിക്കാം. എനിക്ക് ശാരീരികമായിട്ടും അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇന്ന് വളരെ ശബ്ദമെടുക്കാനോ സാധാരണ നിൽക്കുന്നത് പോലല്ല, വളരെ ശാന്തമായിട്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ ചിന്തിക്കാം. ദൈവദാസൻ എന്നോട് പറഞ്ഞത് ആവശ്യം പോലെ സമയമെടുക്കാന്ന ദൈവത്തിന് മഹത്വം. ഈ ഇരിപ്പായിരിക്കുന്നെങ്കിൽ ആവശ്യം പോലെ എടുക്കേണ്ടി വരികയില്ല. യോഹന്നാന്റെ സുവിശേഷം. എന്താണ് സുവിശേഷം? സുവിശേഷം മതം മാറ്റുന്ന ഒരു പ്രക്രിയ അല്ല. സുവിശേഷം ബഹളവും ഒച്ചപ്പാടും അലമുറ ഇടുന്നതും അല്ല. സുവിശേഷം ആൾക്കാരെ എല്ലാം കൂടെ
ഒന്നിച്ചു കൂട്ടി പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളം ഉണ്ടാക്കുന്നതല്ല. സുവിശേഷം കോളാമ്പി മൈക്കും എല്ലാം എല്ലായിടത്തും സെറ്റ് ചെയ്ത് നാട്ടുകാർക്ക് അസ്വസ്ഥത ഉളവാക്കുന്നതല്ല. സുവിശേഷം ഈ വാദ്യ ഉപകരണങ്ങളെല്ലാം ഇതെല്ലാം നല്ലതാ, വളരെ നന്നായിരിക്കുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ ഇതെല്ലാം കൂടെ വെച്ച് ഭയങ്കരമായിട്ട് നമുക്ക് അരോചകത്വം വരുന്ന രീതിയിൽ ഒപ്പിക്കുന്നതല്ല. സുവിശേഷം പ്രത്യേക ശാസ്ത്രങ്ങളെ പറ്റി വിവരിക്കുന്നതല്ല. തത്വജ്ഞാനം വിളമ്പുന്നതും അല്ല സുവിശേഷം. മതമാറ്റമല്ല സുവിശേഷം. സുവിശേഷം എന്താന്ന് ചോദിച്ചാൽ പലർക്കും അറിയാം. അറിയാത്തവരുടെ അറിവിന് സുവിശേഷം ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവായ യേശുക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരം എടുത്തു വന്ന നസറായനായ യേശുക്രിസ്തു, അതാണ് സുവിശേഷം. ധന്യനായ പൗലോസ് പറഞ്ഞ വാക്യം, ദൈവമക്കൾക്ക് തിട്ടമുണ്ട്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്ന സുവിശേഷം. അപ്പോൾ സുവിശേഷം യേശുക്രിസ്തു. ആ സുവിശേഷമാണ് ഇവിടെ ഈ ദിവസങ്ങളിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നത്. സുവിശേഷം ആർക്കും അംഗീകരിക്കാം, ആരെയും അകറ്റി നിർത്തത്തില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന ഇന്ന ആൾക്കാർക്ക് അടുത്ത് വരാം, ഇന്ന ഇന്ന ആൾക്കാർ അടുത്ത് വരരുത്, ഇന്ന ഇന്ന ആൾക്കാർക്ക് ഇത്ര അടി വന്ന് നിൽക്കാം, മറ്റവരെല്ലാം ഇത്ര അടി ദൂരെ നിൽക്കണം. അതൊക്കെ പണ്ടുണ്ടായിരുന്നു. എന്നാൽ സുവിശേഷത്തിന് അങ്ങനില്ല. സുവിശേഷത്തോട് ആർക്കും അടുത്ത് വരാം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ സുവിശേഷത്തോട് അടുത്ത് വരാം. അതാണല്ലോ കർത്താവ് തൻ്റെ ശുശ്രൂഷയിലെ ശിശുക്കളുമായിട്ട് മാതാപിതാക്കൾ വന്നു. ശിഷ്യന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരെ വിലക്കി. അപ്പോൾ യേശു പറഞ്ഞു, അവരെ തടയരുത്, ശിശുക്കളെ തടയരുത്, അവരെ എൻ്റെ അടുക്കൽ വിടണം. അപ്പം ശിശുക്കൾക്കും ഈ സുവിശേഷത്തിൻ്റെ അടുത്ത് വരാം. ഒരിക്കലെ ഒരു യൗവനക്കാരി സ്ത്രീയുമായിട്ട് യേശു സംഭാഷിച്ചു. ശമരിയാക്കാരി, വലിയ പ്രായമൊന്നുമില്ല, എന്നാൽ തീരെ പ്രായം കുറവുമല്ല. ആ സ്ത്രീയുമായിട്ട് അവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ് സംസാരിച്ചത്. സ്ത്രീയാണെന്നോർത്ത് അടുത്തോട്ട് ചെല്ലരുതെന്നും പറഞ്ഞില്ല, ഞാൻ അങ്ങോട്ട് അടുത്തോട്ട് വരികയില്ലെന്നും പറഞ്ഞില്ല. രണ്ടുപേരും അടുത്തടുത്ത് നിന്ന് സംസാരിച്ച് കിണറ്റിൻകരയിൽ ഏറെ സമയം സംസാരിച്ചു. അപ്പോൾ സുവിശേഷത്തിൻ്റെ അടുക്കൽ സ്ത്രീകൾക്കും വരാം. ഒരിക്കൽ ഒരു യൗവനക്കാരനും വരാം. അതിൽ ഒരിക്കൽ ഒരു യൗവനക്കാരൻ യേശുവിൻ്റെ അടുക്ക വന്നെന്ന, അപ്പോൾ യൗവനക്കാരനും വരാം. കുഷ്ഠരോഗിക്കും വരാം. അപ്പോൾ ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്ക വന്നെന്ന, കുഷ്ഠരോഗിക്കും വരാം. ഏത് വ്യാധി പിടിച്ചവനും സുവിശേഷത്തിൻ്റെ അടുക്കിലേക്ക് വരാം. ഏത് രോഗമുള്ളവർക്കും സുവിശേഷത്തെ സ്നേഹിച്ചു വരാം. പണ്ഡിതനും പാമരനും സുവിശേഷത്തിന്റെ അടുക്ക വരാം. കുചേലനും കുബേരനും എല്ലാം ഈ സുവിശേഷത്തെ സ്നേഹിച്ച് അടുത്ത് വരാം. വെളുത്തവനും കറുത്തവനും ഏത് വിഭാഗത്തിൽപ്പെട്ടവനും സുവിശേഷത്തിന്റെ അടുക്ക വരാം. സുവിശേഷം ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല, സുവിശേഷം മുഴു ലോകത്തിനും വേണ്ടിയുള്ളതാണ്. ഞാൻ മിക്കപ്പോഴും പറയും, സൂര്യൻ അത് ഒരു വിഭാഗക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും കൂടെ ആ സൂര്യൻ ഉദിക്കുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാ. അത് ഒരു സൂര്യനേ ഉള്ളൂ. കത്തോലിക്കർക്കൊരു സൂര്യൻ, യാക്കോബക്കാർക്കൊരു സൂര്യൻ, ബെന്തിക്കോസുകാർക്കെല്ലാം കൂടെ ഒരു സൂര്യൻ, ഹൈന്ദവ സ്നേഹിതന്മാർക്കൊരു സൂര്യൻ, മുസ്ലിംസിനെല്ലാം കൂടെ ഒരു, അങ്ങനെ തന്നെ കുഴഞ്ഞേനം എല്ലാവർക്കും കൂടെ ഒരു സൂര്യനാണ്. സുവിശേഷവും അതുപോലെ എല്ലാവർക്കും വേണ്ടിയുള്ളത്. നമ്മൾ കുടിക്കുന്ന വെള്ളം
അത് ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല, മനുഷ്യരാശിക്കെല്ലാം ജലം അത്യന്താപേക്ഷിതമാണ്. ഇതുപോലെ ആ സുവിശേഷം എല്ലാവർക്കും ആവശ്യമാണ്. നമ്മൾ ശ്വാസോച്ഛ്വാസം നടത്തുന്നു, അത് എല്ലാവർക്കും അത്യാവശ്യമാണ്. ഇതുപോലെ എല്ലാവർക്കും വേണ്ടതാണ് സുവിശേഷം. അത് അംഗീകരിക്കുന്ന ഉൾക്കൊള്ളുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സുവിശേഷത്തെ നശിപ്പിക്കുവാനായിട്ട് അനേകര് രംഗപ്രവേശനമൊക്കെ ചെയ്തു. എന്നാൽ സന്തോഷത്തോടും പ്രത്യാശയോടും പറയാം, സുവിശേഷത്തിന് നാശമൊന്നും വന്നിട്ടില്ല, വരുത്തുമില്ല. നശിപ്പിക്കാൻ നോക്കിയവർക്കാണ് ക്ഷീണം സംഭവിച്ചത്. സുവിശേഷത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല, വരുത്തുമില്ല. സുവിശേഷം വന്നതുകൊണ്ടാണ് മനുഷ്യവർഗത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നത്. സുവിശേഷം മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കും. ഇത് കൊല്ലാനും അറക്കാനും മുടിക്കാനും നശിപ്പിക്കാനുമുള്ള മാർഗമല്ല. ജീവൻ തരാനും സമാധാനം തരാനും സന്തോഷം തരാനും ആശ്വാസം തരാനും അനുഗ്രഹങ്ങൾ നൽകാനുമുള്ള മാർഗമാണ്. സുവിശേഷം ഇന്ന് വരെ ആരുടെയും പെടലി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടില്ല. കാത് കണ്ടിച്ച് താഴെ ഇട്ടപ്പോഴും ആ കാതെടുത്ത് ഫിറ്റ് ചെയ്തവനെ സുഖപ്പെടുത്തിയതാ സുവിശേഷം. സുവിശേഷം ആരെയും കൊന്നിട്ടില്ല, മരിച്ചവരെ ഉയർപ്പിക്കുക ചെയ്തത് സുവിശേഷം. സുവിശേഷം സ്പർദ്ധയുണ്ടാക്കുന്നതല്ല, സുവിശേഷം സ്പർദ്ധ നിർമാർജനം ചെയ്യുന്നതാണ്. സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. ഒരു കാലത്ത് ഈ കേരളത്തിൽ ഇരുണ്ടൊരു കാലം ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ആ കാലത്ത് സാധാരണക്കാർക്ക് പള്ളിക്കൂടത്തിൽ പ്രവേശിപ്പാൻ അനുവാദമില്ല. അതിന് മുഖാന്തരമായി തീർന്നത് സുവിശേഷം വന്നതുകൊണ്ട്. യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കുവാൻ എല്ലാവർക്കും അനുവാദമില്ല. അതിനും മുഖാന്തരം ഉണ്ടായത് സുവിശേഷം വന്നതുകൊണ്ട്. ഈ തെരുവീതികളിൽ കൂടി പെരുവഴികളിൽ കൂടി എല്ലാവർക്കും വഴി നടക്കാൻ അനുവദിക്കത്തില്ലായിരുന്നു. അതിനും മാറ്റം വരുത്തുവാൻ മുഖാന്തരമായത് സുവിശേഷമാണ്. മാടോട് ചേർത്ത് മനുഷ്യനെയും കൊണ്ട് വെച്ച് കണ്ടം പൂട്ടി വിടുന്നൊരു കാലം ഉണ്ടായിരുന്നു. അടിമകൾ, അടിമ കച്ചവടം, അടിമ ചന്ത, അടിമ വ്യാപാരം. ഒരു വശത്ത് മാട്, ഒരു വശത്ത് മനുഷ്യൻ. അതിനെ വെച്ചാ കണ്ടം ഓടുന്നത്. ആ മാടിനോട് ചേർത്ത് ഇണക്കിയ മനുഷ്യനെ ഒരു സുവിശേഷകൻ, ഒരു സായിപ്പ് എന്ന് വിളിച്ച് കരയ്ക്ക് കയറ്റി വീട്ടിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് വസ്ത്രമെല്ലാം മാറി ഈ സുവിശേഷത്തിന്റെ നല്ല ദൂത് അദ്ദേഹത്തിന് കൈമാറി. അദ്ദേഹം മനുഷ്യനായി. അപ്പോൾ സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. അപ്പോൾ ഈ സുവിശേഷം ആര് അംഗീകരിക്കും, ആര് വിശ്വസിക്കും, അവർക്കെല്ലാം അനുഗ്രഹമാണ്. ഈ സുവിശേഷത്തിന്റെ സാക്ഷികളാകുന്ന ആർക്കും ഒരു ദോഷവും വരാൻ ദൈവം അനുവദിക്കത്തില്ല. നരഭോജികളെ നരസ്നേഹികളാക്കുന്ന ശ്രേഷ്ഠമേറിയ മാർഗമാണ് സുവിശേഷം. അജ്ഞത പിടിച്ചവന്റെ അജ്ഞത മാറ്റി അവനെ ജ്ഞാനിയാക്കുവാൻ, വിവരമുള്ളവരാക്കുവാൻ ഉതകുന്നതാണ് സുവിശേഷം. നമ്മളെ യോഗ്യരാക്കി തീർത്തത് ഈ സുവിശേഷമാണ്. സുവിശേഷം ഏത് വീട്ടിൽ വന്നിട്ടുണ്ടോ ആ വീടിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. സുവിശേഷം ഏത് വ്യക്തി അംഗീകരിച്ചോ ആ വ്യക്തിക്കും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സുവിശേഷം ഏത് ദേശത്ത് ഉയർത്തപ്പെട്ടോ ആ ദേശത്തിന്റെ മുഖച്ഛായയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. സുവിശേഷം ഏത് രാജ്യത്തൊക്കെ എത്തി ആ രാജ്യത്തിന്റെ മട്ടും പ്രകൃതിയും മാറി. ഇത് മാറ്റുവാൻ കഴിവുള്ളത് ഒന്നേ ഉള്ളൂ, സുവിശേഷം. അതിന്റെ കാരണം ഇത് ചത്ത് മണ്ണോട് മണ്ണ് അടിഞ്ഞ മാർഗമല്ല, ഇത് മരിച്ച് ഉയർത്തെഴുന്നേറ്റ മാർഗമാണ്. ഇന്നും ആ സുവിശേഷം ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു.
ആ പഴയ പാട്ടിന്റെ ചരണങ്ങൾ എല്ലാരും കൈയടിച്ചൊന്ന് പാടിക്കേ. എന്നെ ശുജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ, എന്നെ ശുജീവിക്കുന്ന ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർന്നു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം. ആ സുവിശേഷം ഇന്ന് ജീവിക്കുന്നു. ആ സുവിശേഷത്തിന്റെ വക്താക്കളാകുവാൻ അനേകരെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തിനും മഹത്വം. സുവിശേഷത്തെ എവിടെ ഉയർത്തും, ആ ഉയർത്തുന്നവരെയും ആ ദേശത്തെയും ദൈവം ഉയർത്തും. ഈ ദേശത്തും ഇങ്ങനെ ഈ ദിവസങ്ങളിൽ സുവിശേഷത്തെ ഉയർത്തുവാൻ കർത്താവിൻ്റെ ദാസനെയും പ്രിയപ്പെട്ടവരെയും ദൈവം ഒരുക്കി. ദൈവം നിങ്ങളെ ഉയർത്തും. ഈ സുവിശേഷ യോഗം ഇവിടെ നടക്കുവാൻ ഈ അടുത്ത് പാർക്കുന്ന ഭവനത്തിലുള്ളവരും ഇവിടെ വ്യാപാരം ചെയ്യുന്നവരും നാട്ടുകാരും സഹകരിച്ചു. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമാണ്. പ്രൈസ് ദ ലോർഡ്. ഈ ദേശത്തെ ദൈവം വീണ്ടും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് അധിക സമയം ആ നിലയിൽ പോകുന്നില്ല. വചനത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങളുടെ ശാന്തമായിട്ട് ചിന്തിക്കാം. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം, ആ സുവിശേഷം യേശു ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു വിശേഷത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുകയാണ്. നമുക്കറിയാം, പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകം, മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. അപ്പൊ ചിന്ത വേറെ നിലയിൽ വരും, 4 സുവിശേഷം ഉണ്ടോ എന്ന്. ഇല്ല, സുവിശേഷം ഒന്നേ ഉള്ളൂ. പിന്നെ ഈ 4 പേരും അത് സുവിശേഷത്തിന്റെ 4 വിശേഷത. അപ്പൊ ന്യായമായി ചോദ്യം, സുവിശേഷത്തിന് 4 വിശേഷതയോ ഉള്ളോ? അല്ല, 4 40 ഒന്നും അല്ല, അനേക വിശേഷത സുവിശേഷത്തിനുണ്ട്. പിന്നെ ഇവർ 4 പേര് സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട 4 വിശേഷത രേഖപ്പെടുത്തി. മത്തായി യേശുക്രിസ്തു രാജാവാണെന്ന് തെളിയിക്കുകയാണ് എഴുത്തിൽ കൂടി. മർക്കോസ് ക്രിസ്തുവേശുവിൻ്റെ ദാസരൂപത്തെ വിശേഷമായിട്ട് വരച്ചു കാട്ടിയിരിക്കുക. അവിടുന്ന് ദാസരൂപമെടുത്ത് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ദാസനായിട്ട് ജീവിച്ച മഹത് വ്യക്തി. ലൂക്കോസ് ക്രിസ്തുവേശുവിൻ്റെ മനുഷ്യാവതാരത്തെ നല്ലൊരു മനുഷ്യൻ, അനുഗ്രഹിക്കപ്പെട്ടൊരു മനുഷ്യൻ, ഒരു പച്ച മനുഷ്യൻ, അതാണ് ക്രിസ്തുവിനെ ലൂക്കോസ് വരച്ചു കാട്ടിയിരിക്കുന്നത്. യോഹന്നാൻ ഇതിന്നെല്ലാം വ്യത്യസ്തമായിട്ട് യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. യേശു ക്രിസ്തു ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം. അതാണ് യോഹന്നാന്റെ എഴുത്തിന്റെ വിശേഷത. ഇനിയും വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, മത്തായി യഹൂദന്മാരെ ഉദ്ദേശിച്ചെഴുതി, മർക്കോസ് റോമാക്കാരെ ഉന്നം വെച്ചെഴുതി, ലൂക്കോസ് യവനായർ ജാതികളെ ഉദ്ദേശിച്ചാണ് ലൂക്കോസ് എഴുതിയത്. എന്നാൽ യോഹന്നാന്റെ എഴുത്ത് ഇതൊന്നുമല്ല. യോഹന്നാൻ ദൈവസഭയെ ഉന്നം വെച്ചെഴുതി. എന്ന് പറഞ്ഞാൽ യഹൂദന് പാരമ്പര്യം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മത്തായി അബ്രഹാം മുതലുള്ള പാരമ്പര്യം തുടങ്ങി. എന്നാൽ മർക്കോസ് റോമാക്കാരെ ഉന്നം വെച്ച്, റോമാക്കാർക്ക് വലിച്ചു വാരി പറയുന്നതും കണ്ടമാനം പരത്തി പറയുന്നത് ഇഷ്ടമല്ല. ഷോർട്ടായിട്ട് കാര്യം പറയണം, സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് മർക്കോസ് 16 അധ്യായത്തിൽ കാര്യം ഒതുക്കി. മത്തായി 28 അധ്യായം. കാരണം ഈ പാരമ്പര്യം എല്ലാം പറഞ്ഞു പറയണം, യഹൂദനെയും കൂടെ ഉന്നം വെക്കണം, അവർക്ക് അതൊക്കെ ഇഷ്ടവുമാണ്. അപ്പോൾ അതുകൊണ്ട് 28 അധ്യായമുണ്ട്. എന്നാൽ മർക്കോസ് 16 അധ്യായത്തിൽ അത് പര്യവസാനിപ്പിച്ചു. ലൂക്കോസ് കുറച്ചുകൂടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയാണ് എഴുതിയിരിക്കുന്നത്. 24 അധ്യായം അത് ജാതികളെ ഉദ്ദേശിച്ച ലൂക്കോസ്. അതുകൊണ്ട് ആ ചരിത്രങ്ങൾ നന്നായിട്ട് പഠിച്ച് തെളിയിച്ചാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. അത് 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം ഒന്ന് വായിച്ചോ മോളെ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-2 തിരുവെടുത്തുകൾ. ലൂക്കോസ് ചരിത്രം നന്നായിട്ട് പഠിച്ചാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചാട്ടെ. ലൂക്കോസ് 1-ന്റെ 1-2 പെട്ടെന്ന് വായിച്ചു. മൈക്ക് കൈയിരിക്കുന്ന ആൾ തന്നെ വായിക്കും. അങ്ങോട്ട് എന്തിനാ കൊടുക്കുന്നത്? ശ്രീമാന്യനായ
തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകരുമായവർ നമ്മെ ഫരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന ശ്രീമാനായ തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഫരമേൽപ്പിച്ചതുപോലെ കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി. ഈ ഭാഗങ്ങൾ താഴോട്ട് പഠിക്കുമ്പോൾ ലൂക്കോസ് ചരിത്രങ്ങൾ പഠിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത്. അല്ല, ഒരു ചരിത്രം ചമപ്പാൻ, അപ്പോൾ ചരിത്രമാണ് നന്നായിട്ട് മനസ്സിലാക്കി എഴുതിയിരിക്കുന്നത്. അത് ക്രമമായിട്ടാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എത്തും പിടിയും കിട്ടാത്ത രീതിയിലല്ല, ക്രമമായിട്ട്. 3, അത് ആദ്യം മുതൽ നല്ലതുപോലെ പഠിച്ചേച്ചാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ആദ്യം മുതൽ പഠിച്ചു, അത് ക്രമമായിട്ട് എഴുതി, ചരിത്രങ്ങൾ നന്നായി പഠിച്ചാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചരിത്രം അറിയാവുന്ന ആരും ഈ വിഷയത്തിൽ കയറി തർക്കം ഉണ്ടാക്കാൻ വരികയില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ വിവരമുള്ള ആരും കയറി ഉടക്കാൻ വരികയില്ലെന്നാ പറഞ്ഞ എൻ്റെ സാരം. അപ്പോൾ ലൂക്കോസ് യവനായരെ, ജാതികളെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ വേദപുസ്തകം വായിക്കാൻ ഒരു ചെറിയ അപാകത പോലെ ഉണ്ടോയെന്ന് എനിക്കൊരു സംശയം. 1-2 വാക്യം കൂടെ ഞാൻ തരാം. അപ്പം അതുകൂടെ ഒന്ന് പരീക്ഷിക്കാം. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വായിക്കാം, ഇല്ല ഞാനങ്ങ് പറയാം. ദൈവത്തിന് മഹത്വം. അപ്പം എന്തായാലും ഞാൻ വന്നല്ലോ, അപ്പോൾ ശ്രദ്ധിക്കുക. എന്നാലും നിങ്ങളിത് രണ്ടുപേരും ധൈര്യപ്പെട്ട് കയറി വന്നതിനെ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ശ്രദ്ധിക്കുക, സുവിശേഷം. അപ്പോൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശുക്രിസ്തു ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, എന്നും ജീവിക്കുന്ന ദൈവം. യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണ് യോഹന്നാൻ തെളിയിക്കുന്നത്. ഓരോ അധ്യായത്തിലും അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമായി പരിലസിക്കുന്നു. വേദപുസ്തകം പഠിക്കുന്ന നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ടറിയാം. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായ ക്രിസ്തു. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. 3-ാം അധ്യായത്തിൽ അവിടുന്ന് നിത്യജീവനെ കൊടുക്കുന്ന സർവജ്ഞനായ ദൈവം. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുവാൻ കഴിവുള്ള അത്ഭുതങ്ങളുടെ ദൈവം. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായ ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മനിറവിനെ കൊടുക്കുന്ന സർവജ്ഞനായ ദൈവം. 8-ാം അധ്യായത്തിൽ ഇരുള് മൂടിയ ലോകത്തിൽ മനുഷ്യൻ വെളിച്ചം തേടി വെട്ടം തേടി നെട്ടോട്ടം ഓടുമ്പോൾ യേശു യാതൊരു സങ്കോചവും കൂടാതെ ഉച്ചസ്ഥലം വിളിച്ചു പറയാ, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചമായ ദൈവം. 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. എന്ന് പറഞ്ഞാൽ ഏത് പാരമ്പര്യ രോഗമാണെങ്കിലും കുടുംബദോഷമാണെങ്കിലും ഏത് ദീനങ്ങളാണെങ്കിലും അത് ജന്മനാ ഉള്ളതാണെങ്കിലും അതിന് ശേഷം വന്നതാണെങ്കിലും സകല ദീനത്തെ സൗഖ്യമാക്കുവാൻ അവിടുന്ന് കഴിവുള്ളവനാണ്. അതാണ് 9-ാം അധ്യായം. 10-ാം അധ്യായത്തിൽ തെറ്റി അലഞ്ഞ് ഉഴന്നു നടക്കുന്ന ആടുകളെ ചേർക്കുന്ന നല്ല ഇടയനായ ദൈവം. അതാണ് 10-ാം അധ്യായം. 11, 12 അധ്യായം ചേർത്ത് പഠിച്ചാൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. സ്തോത്രം. താഴോട്ട് പഠിച്ചു വരുമ്പോൾ അവിടുത്തെ പെസഹായെ പറ്റി കാണുന്നു. പെസഹ ആചരിച്ചത്, പിന്നെ മഹാപുരോഗത പ്രാർത്ഥന എന്ന് വേണ്ട ശ്രേഷ്ഠമേറിയ കാര്യങ്ങൾ ഓരോ അധ്യായത്തിലും തെളിയിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു ദൈവമാണെന്ന് അങ്ങോട്ട് തെളിയിക്കുകയാണ് യോഹന്നാൻ. നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ 29, 35 തിരുവെഴുത്താണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. അപ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നത്, കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുക, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ശ്രദ്ധിക്കുക, ഈ തിരുവെഴുത്തിൽ യേശുക്രിസ്തുവിനെ കുഞ്ഞാട് എന്ന നിലകളിൽ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ചിലർക്ക് മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കതയെ കാണിക്കുന്നതാണ്. അതാണ് കുഞ്ഞാട്, ദൈവത്തിന് മഹത്വം. അപ്പോൾ യേശുക്രിസ്തുവിനെ കുഞ്ഞാട് എന്നുള്ള നിലയിൽ ഈ തിരുവെഴുത്തിൽ പലയിടങ്ങളിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന അങ്ങനെ ചില കാര്യങ്ങളാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കടന്നു പോകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് പറയും, ഇതാ
ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. 19-ാം അധ്യായത്തിലും പറഞ്ഞല്ലോ, ഇതാ ആമന് സ്തോത്രം എന്ന് ഉള്ള പ്രയോഗത്തോടെ 19-5 ഒന്നുകൂടെ വായിച്ചാട്ടെ മോളെ, വായിച്ചേ. 19 കിരീടവും മൈക്ക് കൂടെ നന്നായിട്ട് വായിക്കും. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. മഹാപുരോഹിതന്മാരും സേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ, ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. പീലാത്തോസ് കൂടി നിന്നവരോട് പറയുകയാണ്, ഇതാ ആ മനുഷ്യൻ. അത് ശരിക്ക് പറഞ്ഞാൽ ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. പശ്ചാത്തല ഭാഗം നിങ്ങൾക്കറിയാം. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തിരുവിടത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി. പെസഹ കഴിഞ്ഞ്, അന്ത്യത്താഴം കഴിഞ്ഞ് യേശുവും ശിഷ്യന്മാരും പ്രാർത്ഥിക്കാനായിട്ട് കിദ്രോൻ തോട് കടന്നുപോയി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിലാണ് വാളും വടിയും തീപെട്ടിയും പന്തങ്ങളുമായിട്ട് യൂദയുടെ ഒറ്റിക്കൊടുപ്പിനാൽ മഹാപുരോഹിതന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ ആമേൻ തോട്ടത്തിൽ വന്ന് വളഞ്ഞ് യേശുവിനെ പിടിച്ചു. ഒരു കള്ളനെ, കൊള്ളക്കാരനെ, കൊലപാതകനെ പിടിച്ചു കിട്ടുന്നത് പോലെ അവർ യേശുവിനെ പിടിച്ചു കിട്ടി. അവിടെ മുതൽ ആക്ഷേപിച്ചും പരിഹസിച്ചും ദുഷിച്ചും യേശുവിനെ നടത്തി. എന്തിനേറെ ആ രാത്രി പല കോടതി മാറി മാറി ക്രിസ്തുവിനെ വിസ്തരിച്ചു. പീലാത്തോസും ഹെരോദാവും മഹാപുരോഹിതന്മാരെ സെന്നിത്തിരി സംഘങ്ങളെല്ലാം മാറി മാറി വിസ്തരിച്ചു. യാതൊരു കുറ്റവും യേശുവിൽ കണ്ടില്ല. എന്തിനേറെ എങ്കിലും ജനത്തിന്റെ ആരവാരവും ക്രോധ നിമിത്തം ബറബാസിനെ വിട്ടുകൊടുക്കുകയും യേശുവിനെ ക്രൂശിക്ക എന്ന് ആക്രോശിച്ച് ഏക മനസ്സോടെ വരെ ചേർന്ന് നിലവിളിച്ചു. യഹൂദന്മാരെ പേടിച്ചും ഭയപ്പെട്ടും യേശുവിനെ ക്രൂശിക്കുവാൻ അന്ന് വിധി എഴുതി. അങ്ങനെ കണ്ണ് മൂടിക്കെട്ടി അവിടുത്തെ കന്നത്തടിച്ചു, മുഖത്ത് കാർക്കിച്ചു തുപ്പി. ചാട്ടമാറുകൊണ്ട് കുനിയപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തുവിന്റെ മുതുകിൽ ആഞ്ഞ് അടിച്ചു. ദാക്ഷിണ്യമില്ലാത്ത പടയാളികൾ അടിച്ച് വലിക്കുമ്പോൾ മാംസം പറഞ്ഞ് ഇറുന്ന് അവിടുത്തെ തിരുശരീരത്തിൽ നിന്ന് മാംസം പറഞ്ഞു മാറുകയാണ്. അങ്ങനെ ഓരോ അടിക്കും പച്ചമാംസം പറഞ്ഞ് ഇറുന്ന് മാറി ആ മുതുക് ഉടവജാല പോലെ നീളത്തെ കീറി. അങ്ങനെ ആ സങ്കീർത്തനക്കാരൻ പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവിടുത്തെ മുതുക് ഉടവജാല പോലെ നീളത്തെ കീറി. മുഖത്തെ രോമമെല്ലാം പിടിതെടുത്തു. ഇരുമ്പ് ചമണ കൊണ്ടുവന്ന് പിടിച്ച് ആ രോമമെല്ലാം പിടിതെടുത്തു. കണ്ണു മൂടിക്കെട്ടി കന്നത്തടിച്ച് കാർക്കിച്ച് തുപ്പി ആക്ഷേപിച്ചു. നിന്നെ അടിച്ചത് ആരാണെന്ന് പറ. നീ സമുദ്രത്തിന്റെ അടുത്തട്ടിക്കൊണ്ട് ഊളിയിട്ട് പോയ മത്സ്യത്തിന്റെ ഉദരത്തിൽ മറഞ്ഞിരുന്ന ചതുരമ്മ കണ്ടവനാ. എന്നാ പിന്നെ അടിച്ചത് ആരാന്ന് പറ. ആക്ഷേപിക്കുക, തുപ്പി, നിന്ദിച്ചു, മുഷ്ടിയുരുട്ടി ഇടിച്ചു. ഇതെല്ലാം യേശു സഹിച്ച് ഈ പങ്കപ്പാടുകളും വേദനകളെല്ലാം സഹിച്ചു. എന്തിന്? ഞാനും നിങ്ങളും രക്ഷപ്പെടാൻ വേണ്ടി. അവിടുന്ന് ഈ വേദനകളെല്ലാം നമുക്ക് വേണ്ടി സഹിച്ചു. ഒരു പഴയ പാട്ടുണ്ട്, അറിയാവുന്നവര് വേണേ ചേർന്ന് പാട്. മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാത, മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാത, നിനക്ക് വേദന വരുത്തി വെച്ചതു നീരഞ്ഞാനയ്യോ, നിനക്ക് വേദന നീരഞ്ഞാനയ്യോ. അപ്പോൾ മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കുവാൻ, ശാപദോഷങ്ങൾ മാറ്റുവാൻ അവിടുന്ന് നമുക്ക് വേണ്ടി പങ്കപ്പാടുകളും പീഡകളും സഹിച്ചു. രാത്രി മുഴുവൻ ആക്ഷേപിച്ച്, ഉപദ്രവിച്ച്, പീഡിപ്പിച്ച്, പരിഹസിച്ച്, ഇങ്ങനെ ആ പുസ്തകത്തിൽ വാക്യം, പരിഹസിച്ച് തീർന്ന ശേഷം എന്തിനേറെ ഈ ശോഭകേടും ഉപദ്രവങ്ങളും എല്ലാം സഹിച്ചു വഹിച്ച് പ്രവചനാത്മാവിൽ പ്രവാചകൻ പറഞ്ഞു, കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് അവിടുന്ന് വിരൂപമാക്കപ്പെട്ടു.
രാവിലെ യേശുവിനെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയപ്പോൾ ജനത്തിന് ഒരു തർക്കം. അപ്പോൾ ജനത്തിൻ്റെ ഇടയിൽ തർക്കമുണ്ടായി. അപ്പൊ ചിലര് പറഞ്ഞു, ആ നിൽക്കുന്നത് ഇന്നലെ രാത്രി പിടിച്ച യേശു എന്ന് പറയുന്ന നസറായന. അപ്പൊ ചിലര് പറഞ്ഞു, അല്ല അത് ആ ആളല്ല, ആ നസറായൻ നല്ല സൗന്ദര്യമുള്ളവനാ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ കണ്ടതല്ലേ, ആ പള്ളി വന്നപ്പോൾ വഴിയിലെല്ലാം വിലയേറിയ വസ്ത്രങ്ങളും കൊമ്പുമൊക്കെ വെട്ടി വിരിച്ച് ഇട്ടപ്പോൾ അതിൽ കൂടെ പോയത് നമ്മൾ കണ്ടതാണ്. അത് സൗന്ദര്യത്തിൻ്റെ തിടമ്പ, സൗന്ദര്യവാന, അതല്ല. അപ്പം ജനം പറഞ്ഞു, അല്ല ഇന്നലെ പിടിച്ച ആൾ തന്നെ. അപ്പം ചെല്ല് പറഞ്ഞു, അല്ല, ഇത് വികൃതമായിട്ട് പ്രാകൃതമായിട്ടിരിക്കുന്നു. അങ്ങനെ ജനത്തിനിടയിൽ തർക്കം നടന്നു. യേശു ആണെന്നും അല്ലെന്നും രണ്ട് തർക്കം. ആ തർക്കം സ്ഥിരീകരിക്കാനാണ് പീലാത്തോസ് വന്ന് പറഞ്ഞ്, തർക്കിക്കണ്ട, ആ മനുഷ്യൻ ഇത് തന്നെയാണെന്ന് പറഞ്ഞു. ഈ വിരൂപമായി നിൽക്കുന്നത് ഞാനും നിങ്ങളും രൂപപ്പെട്ടു വരാൻ വേണ്ടി, എനിക്ക് നിങ്ങൾക്ക് നല്ല രൂപമുണ്ടാകുവാൻ, നമുക്ക് വേണ്ടി പങ്കപ്പാട് സഹിച്ചു, നമുക്ക് വേണ്ടി ആമേൻ ഉപദ്രവങ്ങളേറ്റു, നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച ആ നസ്രായനെ ഇന്ന് രാത്രി ഓർത്ത് ആ നസ്രായന്റെ പാദത്തിൽ ആര് സമർപ്പിക്കും, അവർക്ക് ഇന്ന് രാത്രി രക്ഷയാണ്. അപ്പോൾ ഇതാ എന്ന പ്രയോഗത്തോടു കൂടി യേശുവിനെ പലയിടങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗം ഞാനങ്ങ് വിടുകയാ. കർത്താവിന് മഹത്വം. 1-ാം അധ്യായത്തിൽ പറയുക, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ലോകപാപം ചുമക്കുന്ന കുഞ്ഞാടാ. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞാടിനെ കാണുന്നുണ്ട്, ഒരാട്ടുകൊറ്റനെ കാണുന്നു. വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെട്ട അബ്രഹാമിന് ദൈവം തമ്പുരാൻ തലമുറയെ കൊടുത്തു ഇസഹാക്കിനെ ഒരിക്കൽ യാഗമർപ്പിക്കുവാൻ ദൈവം ദർശനത്തിൽ അബ്രഹാമിനോട് പറഞ്ഞു. അരുളപ്പാട് കേട്ട അബ്രഹാം അടങ്ങിക്കിടന്നില്ല. എൻ്റെ ഭാഷയിൽ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് വിറകും കത്തിയൊക്കെ എടുത്ത് ബാല്യക്കാര്യം കൂട്ടി തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകുകയാണ്. അങ്ങനെ അവർ നടന്ന് ദൂരെ വെച്ച് അബ്രഹാം സ്ഥലം കണ്ടു. ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയുമായിട്ട് പിടിച്ചിരിക്കണം, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചും മടങ്ങി വരാം. ഇത് വിശ്വാസ പ്രഖ്യാപനമാണ്. ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. അങ്ങനെ അബ്രഹാം തൻ്റെ മകനും മോറിയാമല കയറി അവിടെ ചെന്ന് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് ചെന്ന് അബ്രഹാം യാഗപീഠം അടുക്കി തൻ്റെ മകനാകുന്ന ഇസഹാക്കിനെ കയ്യും കാലും കെട്ടി യാഗപീഠത്തിൽ കിടത്തി. ആ മകനെ ആറ്റുനോറ്റ് കിട്ടിയ മകനെ ഹോമയാഗം അർപ്പിക്കാൻ വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, അബ്രഹാം കത്തി എടുത്തു. ചിലര് പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാനും മാറ്റ് കൂട്ടാനും ഒക്കെ ഞാനും പണ്ട് വേദപുസ്തകം വായിക്കാഞ്ഞ സമയത്ത് വല്ലവരും പറഞ്ഞു കേട്ടുകൊണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട്. അബ്രഹാം കത്തിയെടുത്ത് ഇങ്ങനെ വീശി, അങ്ങനെയൊന്നും വേദപുസ്തകത്തിലില്ല. വീശിയെന്നോ ഓങ്ങിയെന്നോ ഒന്നും വേദപുസ്തകത്തിലില്ല. അബ്രഹാം കത്തിയെടുത്തു, അങ്ങനെയുണ്ട്. കത്തിയെടുത്തു, അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്. ഒന്ന് വായിച്ചേ. പിന്നെ അബ്രഹാം കൈ നീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഏതായാലും മോളതെല്ലാം കൃത്യമായിട്ട് നോക്കി നന്ന് അങ്ങനെ തന്നെ വായിച്ചു തരണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. പേരെന്തുവാ? സോന. സോന നന്നായിട്ട് വായിക്കണം. അപ്പൊ ശ്രദ്ധിച്ചേ, അബ്രഹാം തന്റെ മകനെ കണ്ടിക്കേണ്ടതിനെ അബ്രഹാം കത്തി എടുത്തു. വീശിയെന്നോ ഓങ്ങിയെന്നോ ഇങ്ങനെ ചുഴറ്റിയെന്നൊന്നുമില്ല. അതൊക്കെ ആൾക്കാരൊന്ന് ഇളകാൻ, എന്തുവാ നമ്മുടെ ഭാഷ പറഞ്ഞ ആൾക്കാരെയൊക്കെ ഒന്ന് പിമ്പിരി കയറ്റാനാ. അങ്ങനൊന്നും പിമ്പിരി കയറണ്ട. അപ്പോൾ അബ്രഹാം കത്തി എടുത്ത ഉടനെ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു. അടുത്ത വാക്യം വായിച്ചേ സോന. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഇതാ ഞാൻ എന്ന് അവൻ പറഞ്ഞു, ബാലന്റെ മേൽ കൈവെക്കരുത്. ശ്രദ്ധിച്ചേ, കത്തി എടുത്തപ്പോഴേ കർത്താവിന് മനസ്സിലായി ഇനി മിണ്ടാതിരുന്ന അവറാച്ചൻ കണ്ടിക്കും. നമ്മൾ കത്തി എടുത്ത് വെച്ച് കണ്ണടച്ച് കുറേ നേരം ഇങ്ങനെ വീശിയൊക്കെ നിൽക്കും. ഓങ്ങി കൊടുക്കണ്ടെന്നെങ്ങാനും കണ്ടിക്കണ്ട അവറാച്ചാന്നെങ്ങാനും പറയുമോ എന്നറിയാൻ വേണ്ടി നമ്മൾ പിന്നെ ഇങ്ങനെ നിൽക്കും. അബ്രഹാം അങ്ങനൊന്നും നിന്നില്ല. അബ്രഹാം കത്തി എടുത്തപ്പോഴേ കർത്താവിന് പിടികിട്ടി ഇവൻ കണ്ടിക്കുന്നവനാ. കാരണം പൂർണ്ണ സമർപ്പണത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഉടനെ അങ്ങനെ എഴുതിയേക്കുന്നത്. ഉടനെ അമാന്തിച്ചില്ല, ഒരല്പസമയം പോലും വേസ്റ്റ് ആയില്ല. ഉടനെ അങ്ങനെ എഴുതിയേക്കുന്നത്. ഉടനെ ദൂതൻ പറഞ്ഞു, അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. അടുത്ത വാക്യത്തിലുണ്ട്, അബ്രഹാം ഉടനെ പുറകോട്ട് നോക്കി. വായിച്ചേ മോളെ. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അടുത്തത് അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ അബ്രഹാം ഉടനെ തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ട് അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക,
ഇസഹാക്കിനെ കണ്ടിക്കാതെ ഇസഹാക്കിന് പകരം അബ്രഹാം ആ ആട്ടുകൊറ്റനെ കൊണ്ടുവന്ന് ഹോമയാഗം കഴിച്ചു. അപ്പൊ ഇങ്ങനെ അങ്ങ് പറയുന്നതാണ് നല്ലത്. ഇസഹാക്കിന് പകരം ഒരാട്ടുംകുട്ടി അവിടെ യാഗമായി. അധികം വിവരിക്കുന്നില്ല. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം നിങ്ങൾക്കറിയാം. പഠിക്കുമ്പോൾ സംഹാരബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. അങ്ങനെ 12:1-2 വായിച്ചേ. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായിരിക്കണം. പിന്നെ ആണ്ടിൽ 1-ാം മാസമായിരിക്കും. മാസത്തിന്റെ ആണ്ടിന്റെ 1-ാം മാസമായിരിക്കണം. പിന്നെ നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളോട് എല്ലാവരോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തരും ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ഒരു കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി. സ്തോത്രം. ഒരു കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി. അത് ഓരോ കുടുംബത്തിനും ഓരോ ആട്ടിൻകുട്ടി. അതത് കുടുംബത്തിന്. ആട്ടിൻകുട്ടിയുടെ യോഗ്യത അവിടെ എഴുതിയിട്ടുണ്ട്. 5-ാം വാക്യം വായിച്ചേ മോളെ. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും ആണുമായിരിക്കണം. അത് കോലാടോ ചെമ്മരിയാടോ ആകാം. അപ്പൊ ശ്രദ്ധിക്കുക, ഊനമില്ലാത്ത ആട്ടിൻകുട്ടി. ആട്ടെ അധികം വിവരിക്കുന്നില്ല. അത് ഒരു കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്കിന് വേണ്ടി പകരം അറക്കപ്പെട്ട കുഞ്ഞാട്. പുറപ്പാട് 12-ൽ ഓരോ ഭവനത്തിനും ഒരാട്ടിൻകുട്ടി. ലേവ്യ പുസ്തകം 16-ാം അധ്യായം വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. അവിടെ 2 ആട്ടിൻകുട്ടിയെ വേർതിരിക്കുന്നു. അതിലൊന്ന് അസസ്സേലിന് ചീട്ട് വീഴുന്ന ആട്ടിൻകുട്ടി. മറ്റേ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് പുരോഹിതൻ തൻ്റെ 2 കൈകളും ഈ ആടിന്റെ തലയിലോട്ട് വെച്ച് ഇസ്രായേൽ മക്കൾ ചെയ്തു കൂട്ടിയ അക്രമങ്ങളും അനീതികളും പാപങ്ങളും എല്ലാം പറഞ്ഞ് ആട്ടിൻകുട്ടിയുടെ ശിരസിലോട്ട് വെച്ച് നിയമിക്കപ്പെട്ട പുരുഷന്റെ കൈവശം ആട്ടിൻകുട്ടിയെ പറഞ്ഞയക്കണം. അത് മരുഭൂമിയിലേക്ക് പോകുകയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ആ ആട്ടിൻകുട്ടി ഇസ്രായേൽ ഗോത്രങ്ങളുടെ പാപം വഹിക്കുന്ന ആട്ടിൻകുട്ടി. ആട്ടെ ഇങ്ങനെ അങ്ങ് ചിന്തിക്കാം. ഉൽപ്പത്തി 22-ൽ വ്യക്തിക്ക് വേണ്ടി യാഗമായ ഒരു കുഞ്ഞാട്. പുറപ്പാട് 12-ൽ കുടുംബങ്ങൾക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട്. ലേവിയ 16-ൽ ഇസ്രായേൽ ഗോത്രങ്ങൾ 12 ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട ഒരു കുഞ്ഞാട്. എന്നാൽ ഇതിന്നെല്ലാം വ്യത്യസ്തമാണ് യോഹന്നാൻ 1-ലെ കുഞ്ഞാടിന്റെ വിശേഷത. വ്യക്തിക്കും കുടുംബത്തിനും ഗോത്രത്തിനും വേണ്ടി മാത്രമല്ല, മുഴു ലോകത്തിനും വേണ്ടി യാഗമാകുന്ന കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, ഒരു വിഭാഗത്തിനോ ഒരു സംഘടനയ്ക്കോ ഒരു കൂട്ടത്തിനോ വേണ്ടി മാത്രമല്ല യേശു ഈ താണലോകത്തിലേക്ക് വന്നത്. അവിടുന്ന് മുഴു ലോകത്തിനും വേണ്ടി യാഗമായ കുഞ്ഞാടാ. ഇന്ന് രാത്രി മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനാകുന്ന യേശുവിൻ്റെ പരിശുദ്ധ നാമമാണ്. ഇന്ന് രാത്രി ആ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തുവിൽ കൂടി പാപമോചനമുണ്ട്. നിഷ്കളങ്കനായ കുഞ്ഞാട്, ദൈവത്തിന് സ്തോത്രം. ആ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ മനുഷ്യവർഗത്തിൻ്റെ പാപം പരിഹരിക്കും. ഈ രക്തത്തിൻ്റെ വിശേഷത, ഇത് നിർമ്മല രക്തമാണ്, പരിശുദ്ധ രക്തമാണ്, വിലയേറിയ രക്തമാണ്, സംസാരിക്കുന്ന രക്തമാണ്, പുണ്യാക രക്തമാണ്, ജയം തരുന്ന രക്തമാണ്, ആരാധിക്കാൻ നമ്മളെ യോഗ്യരാക്കി തീർത്ത രക്തമാണ്. ഇത് വിലയേറിയ രക്തമാണ്, സൗഖ്യമാക്കുന്ന രക്തമാണ്. ഈ രക്തത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി പാപമോചനമുണ്ട്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി. പാപികളാകുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ പാപമുള്ള ഒരുവനെ കൊണ്ടൊക്കത്തില്ല. അതുകൊണ്ട് പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവം ജഡാവതാരമെടുത്ത് മനുഷ്യ വേഷമെടുത്ത് ഈ ഭൂമിയിൽ വന്ന് നാടെങ്ങും നന്മ സുവിശേഷിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി മുടന്തരെ നടത്തി ചെകിടർക്ക് കേൾവി കൊടുത്ത് ഊമരെ സംസാരിപ്പിച്ച് നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവരെ സുഖമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് തിരുവെടുത്ത് അവിടത്തെ പറ്റി എഴുതി വെച്ചിരിക്കുന്നത് പോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി പങ്കപ്പാടുകളും വ്യതകളും വേദനകളും സഹിച്ച് മനുഷ്യവർഗത്തിന് വേണ്ടി അവിടുത്തെ തിരുരക്തം ചീന്തി. ആ രക്തത്താൽ ഇന്ന് രാത്രി പാപമോചനമുണ്ട്.
അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്ക് നിന്നെ ശുദ്ധീകരിക്കും. നിന്റെ അകൃത്യങ്ങൾ രക്താംബരം പോലെ ഇരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും. എത്ര കടും ചുമപ്പായിരുന്നാലും പഞ്ഞു പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തമാണ് യേശു ക്രിസ്തുവിന്റെ രക്തം. ഇന്ന് രാത്രി ആ രക്തത്തിൽ ആശ്രയിച്ച് യേശുവിനോട് പ്രാർത്ഥിച്ച്, യേശുവേ, ഞാനൊരു പാപിയാ, എന്നെ രക്ഷിക്കണം, എൻ്റെ പാപം മോചിക്കണം, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ആരപേക്ഷിക്കും അവരുടെ ഉള്ളത്തിൽ ഇന്ന് രാത്രി യേശു കടന്നു വരും. യേശു ഉള്ളത്തിൽ വന്നാൽ നിനക്ക് സമാധാനവും സന്തോഷവും ആശ്വാസവും നിത്യരക്ഷയും നിത്യജീവനുമുണ്ട്. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ മഹത്വം രക്ഷകാസ്തുതി നീക്കെന്നും ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങോ അമ്മേ സ്തുതിക്കും കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്ക് നിന്നെ ശുദ്ധീകരിക്കും. കർമ്മമാർഗത്താലും പുണ്യമാർഗങ്ങളാലും തീർത്ഥയാത്രകളാലും തീർത്ഥാടനങ്ങളാലും ഒന്നും മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരികയില്ല. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ. ഇന്ന് രാത്രി ആർക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം, ആർക്കും യേശുവിന്റെ അടുക്ക വരാം. ഞാൻ പറയാറുണ്ട്, മുമ്പേ ഓർപ്പിച്ചല്ലോ, പുരുഷനും വരാം, സ്ത്രീക്കും വരാം, കുഞ്ഞുങ്ങൾക്കും വരാം, പ്രായമുള്ളവർക്ക് വരാം, വാർദ്ധക്യമുള്ളവർക്ക് വരാം, കറുത്തവന് വരാം, വെളുത്തവന് വരാം. സ്തോത്രം. നിറവുള്ളവനും നിറവില്ലാത്തവനും കാശുള്ളവനും കാശില്ലാത്തവനും ആർക്കും യേശുവിൻ്റെ അടുക്ക വരാം. രാവിലെ വരാം, ഉച്ചയ്ക്ക് വരാം, വെളുപ്പിനെ വരാം, രാത്രി വരാം, അർദ്ധരാത്രിക്ക് വരാം. സ്തോത്രം. രാത്രി 2:30 യേശുവിൻ്റെ ഇപ്പോൾ കാണിക്കുകയില്ലെന്നൊന്നും പറയുകയല്ല. 2:30 വരാം, വെളുപ്പിനെ 3 മണിക്കും വരാം. പുരുഷനും സ്ത്രീക്കും എല്ലാം വരാം. അത് തിങ്കളാഴ്ചയും വരാം, ചൊവ്വാഴ്ചയും വരാം, എല്ലാ ദിവസവും വരാം, ഏത് സമയത്തും വരാം. ചൊവ്വാഴ്ച കാണിക്കുകയല്ല യേശുവിനെ, അങ്ങനൊന്നുമില്ല. ഏത് സമയത്തും ആർക്കും എപ്പോൾ വേണേലും യേശുവിൻ്റെ അടുക്ക വരാം. അതാണ് യേശുവിൻ്റെ വിശേഷത. ഞാൻ പഴയ പാട്ടുകളൊക്കെയാ ഈ 2 ശീല് പാടുന്നത്. ഇന്ന് എന്നെ കൊണ്ടൊക്കത്തില്ല, കാരണം ചുമയുടെ ബുദ്ധിമുട്ടും കഫത്തിൻ്റെ ശല്യവും ഒക്കെ ഉണ്ട്. അപ്പം ഹെൽപ്പ് ചെയ്യാനായിട്ട് 1-2 പേരുള്ളത് അവർ വന്നുമില്ല. ഇവരെ കൊണ്ടൊക്കുമെന്ന് തോന്നുന്നുമില്ല. കൂടെ ഉള്ളത് കൊണ്ടത്തില്ല, പാടണം. എല്ലാം യേശുവോടു ചെന്നു. തബല അതിന് വേണ്ട, ഇത് മതി. തബല വേറെ തരാം. എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എന്തു നല്ലോർ സാഗി യേശു പാപ ദുഃഖം വാഗിക്കും. എല്ലാ യേശുവോടു ചെന്നു ചൊല്ലിടായ നിമിത്തം നൊമ്പരമേറെ സഹി
ഒക്കുകയില്ല. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, ഏത് വിഷയമായിട്ട് ഏത് വ്യക്തി ഏത് സമയത്തും യേശുവിന്റെ അടുക്ക വരാം. നിന്നെ തടയത്തില്ല, ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല, അവൻ ത്യജിക്കത്തില്ല. നിന്നെ അനുഗ്രഹിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു നല്ല യേശു. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ ഓടിച്ചു മുമ്പോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ യേശുവിന്റെ വിശേഷത, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. അപ്പൊ കുഞ്ഞാട് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പൊ 1-ാമത്തെ കുഞ്ഞാട് ലോകപാപം ചുമക്കുന്ന ദൈവകുഞ്ഞാട്. യേശു ക്രിസ്തുവിനെ കുഞ്ഞാടെന്ന് പല നിലകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. മുഴു ലോകത്തിന്റെയും പാപം പരിഹരിക്കുവാൻ കഴിവുള്ളവനായ യേശു. ഏത് വ്യക്തിയുടെയും പാപത്തിന് പരിഹാരം തരുവാൻ കഴിവുള്ളവനായ യേശു. ഇന്ന് രാത്രി യേശു നമ്മുടെ നടുവിലുണ്ട്. ഏറ്റുപറ, യേശുവേ, ഞാനൊരു പാപിയാ, എൻ്റെ പാപം ക്ഷമിക്കണം. അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകി വെടിപ്പാക്കണം. എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണം, എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും? ഇന്ന് രാത്രി അവരെ യേശു രക്ഷിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം. ഈ നാമത്തിൻ്റെ വിശേഷത രോഗശാന്തി തരുന്ന നാമമാണ്. ഈ നാമം പാപം മോചിക്കുന്ന നാമമാണ്. ഈ നാമം പരിമള തൈലം പോലുള്ള നാമമാണ്. ഈ നാമം അവൻ വിലയേറിയ നാമമാണ്. ഈ നാമത്താൽ ഭൂതങ്ങൾ വിട്ടുപോകും. ഈ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും. ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഈ നാമത്താൽ അതിശയങ്ങൾ നടക്കും. ഈ നാമം സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന, വിറപ്പിക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ പരിശുദ്ധ നാമം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ പരിശുദ്ധ നാമത്തിന്റെ ശക്തിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഒന്ന്, ലോകപാപം ചുമന്നൊടിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതാണ് 1-ാമത്തെ കുഞ്ഞാട്. ഇനി തിരുവെടുത്ത് പഠിക്കുമ്പോൾ 2-ാമത്തെ കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാട്. വായിച്ചേ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 8-9 തിരുവെടുത്തുകൾ വായിച്ച് സഹായിക്കണം. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും. അതെ, അപ്പം 7 മുതൽ വായിച്ചല്ലേ. വാങ്ങിയപ്പോൾ ഒന്ന് വായിക്കുമ്പോൾ ചില കഞ്ഞിയും കൂട്ടാനും വല്ലതും വാങ്ങിയ കാര്യമായിരിക്കും. വാങ്ങിയ അടുപ്പയിൽ ഏതാണ്ടിരിക്കുന്നത് പെട്ടെന്ന് വാങ്ങിയ പടി പിടിക്കാതിരിക്കാൻ. അപ്പൊ തർക്കം വരരുത്. അതുകൊണ്ട് മോള് 7 മുതൽ വായിച്ചു. അവൻ വന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. പുസ്തകം വാങ്ങുന്ന വിഷയമാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അത് പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ ഭൂമിയുടെ വീണ്ടെടുപ്പ് നടക്കാൻ പോവുക. ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ്, അതന്നെ ആ ഭൂമിയുടെ വീണ്ടെടുപ്പ് പറയാം. ഈ ഭൂമി ഇപ്പോൾ ശാപത്തിന് കീഴിൽ കിടക്കുക. ഇങ്ങു ശാപം നിറഞ്ഞ ഇങ്ങു ശാപം നിറഞ്ഞ പൂ നീങ്ങി പൂതു ഇങ്ങു ശാപം നിറഞ്ഞ പൂ ഇങ്ങു ശാപം നിറഞ്ഞ പൂ നീങ്ങി പൂതു തായിടും നീങ്ങി പൂതു തായിടും മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം. അപ്പോൾ ഈ ഭൂമി ഇപ്പോൾ ശപിക്കപ്പെട്ട ഭൂമിയാണ്. അതെങ്ങനെ ആ ഭൂമി ശാപഗ്രസ്തമായി തീർന്നത്? വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. ആദാം നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടു. അതെന്നാ കാരണം? വിലക്കപ്പെട്ട കനി ഭുജിച്ചു. അതെന്നാ? അനുസരണക്കേട് കാണിച്ചു. അപ്പോൾ അനുസരണക്കേട് നിമിത്തം പാപം പ്രവേശിച്ചു. പാപം മുഖാന്തരം ഈ ഭൂമി ശപിക്കപ്പെട്ടു. അവിടെ ശാപം പലർക്ക് കൊടുക്കുന്നുണ്ട്. സ്ത്രീയോട് പറഞ്ഞു, ഗർഭധാരണം വർദ്ധിക്കും, നീ വേദനയോടെ മക്കളെ
ഉറക്കെ പറ. പ്രസവിക്കും. പിന്നെ നിന്റെ ആഗ്രഹം, ഉറക്കെ പറ. നിന്റെ ആഗ്രഹം ഉറക്കെ പറയാൻ. നിന്റെ ഭർത്താവിനുണ്ട്. അങ്ങനെ ആകാവൂ, അതിനായി പറഞ്ഞത്. അല്ല അങ്ങനത്തെ തോമാച്ചനോടല്ല പറഞ്ഞത്. തോമാച്ച ഒരു മനസ്സിലായോ? പിന്നെ അതിനാ ഞാൻ അതിനും കൂടെ വന്നേക്കുന്നത്. അപ്പം നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. അടുത്ത പദം സഹോദരിമാര് പറ. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നാലും പറഞ്ഞു. അടുത്ത പദം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല, എന്നാലും എഴുതിയേക്കുന്ന പോലെ അങ്ങ് പറ. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. അടുത്തത് അങ്ങനെ ഞങ്ങൾ പറഞ്ഞേച്ച് ഇയാൾ പ്രസംഗിച്ച് തെളിയണ്ടെന്നായിരിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. അടുത്ത പദം അവൻ നിന്നെ ഭരിക്കും. അതാ ഞാൻ പറഞ്ഞ അവർക്ക് ഇഷ്ടമല്ലെന്ന്. പലയിടത്തും നേരെ തിരിച്ചാ. അപ്പോൾ അവൻ നിന്നെ ഭരിക്കും. ഇതൊക്കെ ശാപത്താൽ ലഭിച്ചതാ. മറ്റേത് നേരത്തെ അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഇത് ശാപം വന്നത് കൊണ്ടാണ്. കാരണം പാമ്പിന്റെ വാക്ക് തള്ള കേട്ട് പാപം ചെയ്തത് കൊണ്ടാണ് തള്ളയ്ക്ക് ഗതികേടെല്ലാം വന്നത്. ആദമനോടും പറഞ്ഞു, നീ വിയർപ്പോടെ ഭക്ഷിക്കും, കഷ്ടവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാകും. എന്നിട്ട് പറയുക, നിന്റെ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. പാമ്പിനോടും ദൈവം പറഞ്ഞു, നീ ഉരസുകൊണ്ട് ഗമിക്കും, നിലത്തെ പൊടി തിന്നും. ആട്ടെ, ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. അപ്പോൾ ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാ. യോഹന്നാന്റെ 1 ലേഖനം 5:19 വായിക്കുന്നത് സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലെന്നാ. ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാ. ഈ ഭൂമിക്ക് ശാപമുള്ളത് കൊണ്ടാ നമ്മൾ എന്ത് കുടിച്ചു വെച്ചാലും എന്ത് നട്ടാലും കിളിപ്പിച്ചാലും അതിൻ്റെ പൂർണ്ണ വിളവ് കിട്ടുന്നില്ലല്ലോ. ശപിക്കപ്പെട്ട ഭൂമി ആയതുകൊണ്ട്. ഉദാഹരണം സഹോദരിമാർക്ക് പെട്ടെന്ന് പിടികിട്ടും. നിങ്ങൾ എവിടെയോ പോയി കാശ് കൊടുത്തോ അല്ലെങ്കിൽ വല്ലവരും തന്നോ, അല്ലെ മണ്ണോടുകൂടി ഒരു കരിയാപ്പ് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ശരിയാകുന്നുണ്ടോ? ഇല്ല. അതിനകത്ത് ആട്ടുംകാട്ടം കൊണ്ടിടുന്നു, കഞ്ഞിവെള്ളം കൊണ്ടൊടിക്കുന്നു, മുട്ടയുടെ തോട് കൊണ്ട് അതിൻ്റെ ചുറ്റുവിടുന്നു, ചെങ്കല്ലെല്ലാം കൂടെ പൊടിച്ചിടുന്നു, എന്നും കൊണ്ട് ചെയ്യാവുന്നതെല്ലാം. അപ്പോൾ ആരാണ്ട് പറഞ്ഞ് തേയിലയുടെ മട്ട് കൊണ്ടിട്ടാൽ നല്ല എന്തെല്ലാം കൊണ്ടിട്ടിട്ടും അതിൽ നിന്ന് 2 തണ്ടടത്തി കടുക് പൊട്ടിക്കാൻ ഒക്കുകയില്ല. നടക്കുന്ന കേസല്ല. ഉദാഹരണമാണ്. എന്ത് നമ്മൾ കൃഷി ചെയ്തോ പൂർണ്ണ വിളവില്ലല്ലോ. അതിൻ്റെ കാരണം ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണ്. എന്നാൽ ഈ ഭൂമിയുടെ ശാപം മാറ്റും. അതാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു, അവന്റെ കയ്യില് അകത്തും പുറത്തും മുദ്രകിട്ട എടുത്തുള്ള ഒരു പുസ്തകം കാണുന്നു. വായിച്ചോ മോളെ 5:1 മുതൽ. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായ ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ യോഗ്യനാൻ ഏറ്റവും കരഞ്ഞു. ഈ പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിക്കുവാനും തുറക്കുവാനും വായിക്കുവാനും യോഗ്യനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരുമില്ലെന്ന് കേട്ടപ്പോൾ യോഗ്യനാൻ കരഞ്ഞപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തം എന്ന് പറഞ്ഞ് കരയേണ്ട, യഹൂദാഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിക്കുവാനും അത് വാങ്ങുവാനും അവിടുന്ന് ജയം പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ താൻ തിരിഞ്ഞപ്പോൾ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അടുത്ത വാക്യമായിരുന്നു മോളെ. 7 കൊമ്പും കുഞ്ഞാടെന്നുള്ളത് വായിച്ചേ. 6-ാം വാക്യമല്ലേ? ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു.
അതിന് 7 കൊമ്പും. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. അതാ ഞാൻ പറഞ്ഞു, ഒന്ന് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 2 ഇവിടെ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. എല്ലാ ഭാഗവും വിവരിക്കുന്നില്ല. ആ കുഞ്ഞാട് വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം ഇങ്ങോട്ട് വാങ്ങി. അതാണ് 8-ാം വാക്യം. വായിച്ച മോളെ, പുസ്തകം വാങ്ങിയപ്പോൾ അതാണ് വാങ്ങിയത്. പുസ്തകം വാങ്ങിയ കാര്യമാണ്. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപകലശവും നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട്, ധൂപവർഗമൊക്കെ നിറഞ്ഞ പൊൻകലശവും ഒക്കെ പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. ഇനി അതിന്റെ 12-ാം വാക്യവും വായിക്കണം, 14-ാമത്തെ വാക്യവും വായിക്കണം. പെട്ടെന്ന് വായിച്ചു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ബലവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. ഇനി 14-ാമത്തെ വാക്യം കൊണ്ട് വായിച്ചോ മോളെ. 14. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാരും വീണ് നമസ്കരിച്ചു. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത, ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാട്. ഒന്ന്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാടാണ് ക്രിസ്തു. 2, ഈ ക്രിസ്തുവിന്റെ വിശേഷത, ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്. മൂപ്പന്മാരും ജീവികളും ഒന്നുപോലെ നിന്ന് മുട്ടുകുത്തി വണങ്ങിടുന്നു യേശുനാഥൻ മുൻപിൽ. മൂപ്പന്മാരും ജീവികളും ഒന്നുപോലെ നിന്ന് മുട്ടുകുത്തി വണങ്ങിടുന്നു യേശുരാജൻ മുൻപിൽ. ശ്രദ്ധിക്കുക, ഈ 4 ജീവികളും മൂപ്പന്മാരും സകല ആൾക്കാരും മുട്ടുകുത്തി വണങ്ങുക, വീണ് നമസ്കരിച്ചു. സ്തോത്രം. കിരീടമെല്ലാവരും മാറ്റിക്കിട്ടു. ആ കുഞ്ഞാടിന്റെ മുമ്പാകെ വീണ് വണങ്ങി കുഞ്ഞാടിനെ നമസ്കരിച്ചു. എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാടിന്റെ വിശേഷത, ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാടാ. ദൈവത്തിന് മഹത്വം. ഈ കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യനാകാൻ കാരണമെന്നാ? അപ്പൊ ഇടയ്ക്ക് കയറി പറയാം, ആരെ ആരാധിക്കണം, ആരെ ആരാധിക്കരുത്, ആരാണ് ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, അതൊരു വിഷയമാണ്. അത് ഇന്നിപ്പം പറയുന്നില്ല. ഒറ്റ വാക്കിലങ്ങ് പറയാം, ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്, ദൈവത്തെ ആരാധിക്കാവൂ. മനുഷ്യനെ പിടിച്ചു നിർത്തി ആരാധിക്കരുത്. കുഞ്ഞുഞ്ഞ അവിടെ നിൽക്കി, ഞാൻ കുഞ്ഞുഞ്ഞനെ അങ്ങ് ആരാധിക്കുക, എൻ്റെ കുഞ്ഞുഞ്ഞനെ ആരാധിക്കരുത്. സ്തോത്രം. കുഞ്ഞമ്മേനെ ആരാധിക്കരുത്. മനുഷ്യനെ ഒന്നും ആരാധിക്കരുത്. മൃഗത്തെ ആരാധിക്കണ്ട, മൃഗത്തെ ഉപദ്രവിക്കരുത്. ചുമ്മാ പോകുന്ന പശുവിനെ തൊഴിക്കുകയൊന്നും ചെയ്യരുത്. മൃഗത്തെ ഒന്നും ഉപദ്രവിക്കരുത്. പട്ടിയെ വളർത്തുകയോ വളർത്താതിരിക്കുന്ന നല്ലത്. പെന്തിക്കോസുകാരടാ പറയാന്നെ. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവമേ ദൂതനെ ഇറക്കണമെന്നാ. അപ്പം ദൂതൻ വരുമ്പം പട്ടി 2 എണ്ണം നിൽക്കാം, എന്നാൽ പിന്നെ പട്ടി നിൽക്കട്ടെ, ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോകാമെന്ന് ദൂതനും ചിന്തിക്കും. മനസ്സിലായോ? പിന്നെ പട്ടി കുരയ്ക്കുന്ന ദൂതനെ കണ്ടില്ല, വ്യായനെ കണ്ട് കുരയ്ക്കുന്നതാ. മനസ്സിലായി കാണും. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞത്. മൃഗത്തെ ഉപദ്രവിക്കരുത്, മൃഗത്തെ നശിപ്പിക്കണ്ട, പക്ഷേ ആരാധിക്കണ്ട. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. സ്തോത്രം. ഈ പ്രകൃതിയെ നശിപ്പിക്കരുത്, പ്രകൃതിയെ ആരാധിക്കണ്ട, പ്രകൃതിയോട് സ്നേഹമുണ്ടായിരിക്കണം. മരവും പുല്ലും കാടും ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ സ്നേഹിക്കണം. മരം എല്ലാം കൂടെ വെട്ടി നശിപ്പിക്കരുത്. എന്നിട്ട് കിടന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അപ്പോ വറവാണ് ദൈവമേ, ഉള്ളതെല്ലാം അടിച്ച് തൂത്ത് കളയുക. പ്രകൃതിയെ സ്നേഹിക്കണം, നശിപ്പിക്കരുത്. പക്ഷെ പ്രകൃതിയെ ആരാധിക്കരുത്. സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്. സൂര്യനെയും ചന്ദ്രനെയും നിർമ്മിച്ചൊരു ദൈവമുണ്ട്. നക്ഷത്രങ്ങളെ ആരാധിക്കണ്ട, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. വാരി വിതറി ഇട്ടിരിക്കുന്ന
ഈ കല്ലും മണ്ണും പൂഴിയും പൊടിയും ഇതിനൊന്നും ആരാധിക്കണ്ട, നശിപ്പിക്കണ്ട. പക്ഷെ ആരാധിക്കണ്ട, ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. അപ്പോൾ ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ഇനി ആരാണ് ആരാധിക്കേണ്ടത്? ചുമ്മാ പോകുന്നവരെല്ലാം കൂടെ കയറി ആരാധിക്കരുത്. നിങ്ങൾ വേദപുസ്തകം പഠിക്കുന്നവർക്ക് ആരാ ആരാധിക്കേണ്ടത്? ആരുടെ ആരാധനയാ? പ്രസാദം. ഒറ്റവാക്കി പറയാം, ഇസ്രായേൽ മക്കളും ഇസ്രയേലിൽ 1430 വർഷം അടിമകളായി, പ്രവാസികളായി, അടിമകളായി ജീവിച്ചു. ആ സമയത്തൊന്നും ആരാധിച്ചതായിട്ട് കാണുന്നില്ല, ചാപ്പാടടിച്ചതായിട്ട് കാണുന്നുണ്ട്. അത് അവർ തന്നെ പറയുന്നുണ്ട്. മാത്തങ്ങായും വെള്ളരിക്കായും ഉള്ളിയും കൊച്ചുള്ളിയും ചുറ്റുള്ള അടിച്ച് പെരുകുകയായിരുന്നെന്ന്. പിന്നെ കാശ് കൊടുക്കാതെ കിട്ട കുറേ മീനും അടിച്ച് നല്ല പെരുകി. പക്ഷെ ആരാധിച്ചെന്നില്ല. പിന്നെ ആരാധിച്ചത് എപ്പോഴാണ്? ഒറ്റ വാക്കി പറയാം, കുഞ്ഞാടിനെ അറുത്ത് ചോരത്തല ആചരിച്ചു, രക്ഷ. അത് കിടന്ന് ചെങ്കടൽ കടന്നു, സ്നാനം. മറകര കയറിയ തപ്പെടുത്ത് നൃത്തം ചെയ്ത് ആരാധിച്ചു. അപ്പോൾ ആരാണ് ആരാധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറകര കയറിയവർ വേണം ദൈവത്തെ ആരാധിക്കാൻ. ആ ആരാധനയിൽ ദൈവപ്രസാദമുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് എല്ലാം ഒന്നും പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ആരാധന ദൈവം പ്രസാദിക്കുന്ന ആരാധനയാണ്. ഇവിടെ ഈ കുഞ്ഞാടിന്റെ വിശേഷത, ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാട്. എന്തുവാ ഈ കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യനാകാൻ കാരണം? ഒന്ന് രണ്ട് കാര്യം പറയുക. കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യനാകാൻ കാരണം, ഒന്ന്, ഈ കുഞ്ഞാട് ജയം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യൻ. മോളെ, ആ 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം വായിച്ച്. 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം. 5-ാം വാക്യം അങ്ങ് വായിച്ചോ, ഇനിയിപ്പോ ഒരോടൊക്കെ ഉണ്ടാക്കണ്ട. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കോണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ജയം പ്രാപിച്ചിരിക്കുന്നു, മതി. അപ്പോൾ ഈ കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യനാകണമെന്ന് പറയാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം, ഈ കുഞ്ഞാട് ജയം പ്രാപിച്ച കുഞ്ഞാടാ. ഇവിടെ വന്ന സകല ആൾക്കാരും പരാജയപ്പെട്ടു, മുഴുവനെണ്ണവും തോറ്റ് തുന്നമ്പാടിയാ പോയത്. രാജ്യങ്ങൾ പെട്ടിപ്പിടിച്ചവരുണ്ട്, രാഷ്ട്രങ്ങൾ കീഴടക്കിയവരുണ്ട്, മന്ത്രി പുങ്കവന്മാരുണ്ട്, സാമ്രാട്ടുകളുണ്ട്, കരുത്തന്മാരും ഉന്നതന്മാരും മിടുക്കന്മാരും എല്ലാം ഇവിടെ വന്നു. സമുദ്രത്തെ നോക്കി ആക്രോശിച്ച് പറഞ്ഞ ആൾക്കാരുണ്ട്. കരയായിരുന്നെങ്കിൽ വെട്ടിപ്പിടിക്കാറുന്നത്. ഒടുവിൽ പുള്ളിയും 2 കൈയും വെളിയിലിട്ട് പോയതാ. അലക്സാണ്ടറിനെ പറ്റി കേട്ടിരിക്കുന്നത്, അവൻ ഭയങ്കര ധീരനായിരുന്നു, പക്ഷേ കണ്ടംപൂച്ച പേടിയായിരുന്നു. മ്യാവെന്ന് വെച്ചാൽ പുള്ളി കട്ടിലടി കയറും. അപ്പോൾ ഇവിടെയുള്ള സകല മനുഷ്യരും പരാജയപ്പെട്ടാ പോയത്. തോട്ടത്തിൽ മേരി പെരിഞ്ഞ പറഞ്ഞല്ലോ, പാടിയല്ലോ, പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ ഒടുക്കമെന്ന് സംഭവിച്ച് കേട്ട് കേൾവിയില്ലകോ. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും സകലയെണ്ണവും പരാജയപ്പെട്ടു പോയി. എങ്ങനെ? സകലയെണ്ണവും മരണത്തിന് പരാജയപ്പെട്ടു. മരണത്തിന്റെ തണുത്ത കാലം വന്ന് ആമൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ എതിർക്കാനൊക്കാതെ അവൻ വരുന്നില്ലെന്ന് പറയാൻ കഴിയാതെ എല്ലാം മരണത്തിന് അടിയോറ് പറഞ്ഞു. എന്നാൽ മരണത്തെ ജയിച്ച ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ച് മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചനെ തൻ്റെ മരണത്താൽ പരാജയപ്പെടുത്തി മരണഭീതികളിൽ അടിമപ്പെട്ട് കിടന്ന് എന്നെയും നിങ്ങളെയും വിടിവിച്ച് ഇന്നും ജയഭേരി മുടക്കി ജീവിക്കുന്ന ഒരുവനേ ഉള്ളൂ, അത് നസറേയനാകുന്ന യേശു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടുന്ന് ജയമെടുത്തവനാ. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടന് കൊരുക്കുന്ന ഭവനം ഒന്നുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടന് കൊരുക്കുന്ന ഭവനം ഒന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുവേ. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുവേ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാ മണവാളനെ ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാ മണവാളനെ. കരമുയർത്തി ഹല്ലേലൂയ പാട്. ഇന്ന്
രാത്രി ജയിച്ച ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. ഈ കുഞ്ഞാടിന്റെ വിശേഷത, ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാട്. എന്താ യോഗ്യനാണെന്ന് പറയാൻ കാര്യം? ഒന്ന്, അവിടുന്ന് ജയമെടുത്തവനാ. ആരാധിക്കുന്നെങ്കിൽ ജയിച്ചവനെ ആരാധിക്കണം. തോറ്റ് തുന്നം പാടിയവനെ എല്ലാം കൂടെ ആരാധിച്ച എന്തോ ഓണം വരാനാ? സ്തോത്രം. ജയിച്ചവനെ ആരാധിക്ക്. ഇന്നും ജയിച്ചു നിൽക്കുകയാ. ദൈവത്തിന് മഹത്വം. അവിടുന്ന് മരണത്തെ ജയിച്ചവനാ. മരണത്തെ ജയിച്ച ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. ആമേൻ. കല്ലറയ്ക്കകത്ത് കൊണ്ട് അവിടുത്തെ തിരുശരീരം വെച്ച് കല്ലുമെല്ലാം ഉരുട്ട് വെച്ച് റോമൻ മുദ്രയുമെല്ലാം കൊണ്ട് ഏൽപ്പിച്ച് നിർത്തി 100 പടയാളികളെയും കാവലേർപ്പെടുത്തി. ആമേൻ. എല്ലാവരും ഓർത്തത് ഇതോടെ തീർന്നെന്ന. മതശക്തികൾ മുഴുവൻ നിന്ന് വെല്ലുവിളിച്ചു, യേശു ഉയർക്കത്തില്ല. രാഷ്ട്രീയ ശക്തികളെല്ലാം വെല്ലുവിളിച്ചു. അതുകൊണ്ടാണല്ലോ മുദ്രയെല്ലാം അടിച്ചു വെച്ചത്. സ്തോത്രം. ആമേൻ. എതിർക്കത്തില്ല. സാധാന്യ ശക്തികൾ വെല്ലുവിളിച്ചു, ഉയർക്കത്തില്ല. എന്നാ തിരുവെടുത്ത് പറഞ്ഞതുപോലെ 3-ാമത്തെ ദിവസം സ്വർഗത്തിൽ നിന്ന് ദൂതനിറങ്ങി കല്ലുരുട്ടി മാറ്റി അവിടുന്ന് എഴുതി വച്ചിരിക്കുന്നത് പോലെ 3-ാമത്തെ ദിവസം മരണത്തെ ജയിച്ചവിടുന്ന് ഉയർത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്നും അവിടുന്ന് ജയഭേരി മുടക്കി നിൽക്കുകയാ. അവിടുന്ന് ജയാളിയാ. ദൈവത്തിന് മഹത്വം. കല്ലറ തുറന്നവൻ വൈരിയെ തകർത്തു. കല്ലറ തുറന്നു വൻ വൈരിയെ തകർത്തു. വല്ലഭനായവനെ, വല്ലഭനായവനെ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവീ. നിരന്തരം വന്ദനം ചെയ്തിടുവീ. ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവീ. കല്ലറ തുറന്ന വൻവൈരിയെ തകർത്തു. കല്ലറ തുറന്നു വൻവൈരിയെ തകർത്തു. ഓ വല്ലഭനായവനെ, വല്ലഭനായവനെ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുന്നു. നിരന്തരം വന്ദനം ചെയ്തിടുവീ. ശ്രീയേശുവേ വന്ദനം ചെയ്തിടുന്നു. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. അപ്പൊ ഒന്ന്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. 2, അവൻ ആരാധനയ്ക്ക് യോഗ്യനാകുന്ന കുഞ്ഞാട്. എന്തുവാ അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാകാൻ കാരണം? ചുമ്മാ കയറി ആരാധിക്കരുത്, കാരണമുണ്ട്. 1, അവിടുന്ന് ജയമെടുത്തവനാ. 2, അവിടുന്ന് അറുക്കപ്പെട്ടു. അതുകൊണ്ടാണ് അവിടുത്തെ ആരാധിക്കുന്നത്. അറുക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ തിരുരക്തം നമുക്ക് വേണ്ടി ഒഴുക്കി. മോളെ 6-ാം വാക്യം വായിച്ചേ. 6-ാം വാക്യം 9-ാം വാക്യം വായിക്കണം. 5-9. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടത്. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. കണ്ടോ? അപ്പോൾ ഈ കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യനാകാൻ കാരണം 2, ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, അറുക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അവിടുത്തെ തിരുരക്തം നമുക്ക് വേണ്ടി ചീന്തി. അതുകൊണ്ടാണ് അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യൻ. ഇവിടെ വന്ന ഞാൻ നിങ്ങൾ പല ആൾക്കാരും വല്ലവരുടെയും രക്തമെല്ലാം ചീന്തി വെച്ച് പോയതല്ലാതെ, കൊണ്ടുപാടാ അവൻ്റെ പടലി എടുത്തുകൊണ്ട് വാ. സ്തോത്രം. തന്തിക്കാവോ അവൻ്റെ പടലി കണ്ടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ നിന്നെ കണ്ടിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പലരും. യേശു അങ്ങനല്ല, ആരുടെയും പടലി കണ്ടിച്ചില്ല. യേശു രക്തം ചിന്തി. അതെന്തിനാന്ന് ചോദിച്ചാൽ, ആമൻ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവിടുന്ന് അറക്കപ്പെട്ടവനാ. ഇന്ന് രാത്രി ആ രക്തത്താൽ പാപമോചനമുണ്ട്. ആ രക്തം പരിശുദ്ധ രക്തമാ. ഇന്ന് രാത്രി ആര് വിശ്വസിക്കും അവർക്കെല്ലാം ഇന്ന് രാത്രി വിടുതല. അത് കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യനായ കാരണം 1, അവിടുന്ന് സ്തോത്രം ജയം പ്രാപിച്ചു. 2, അവിടുന്ന് അറുക്കപ്പെട്ടതാ. 3, അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാകാൻ കാരണം അവിടുന്ന് ആ വാക്യം തന്നെ യോഗ്യനാ. അതുകൊണ്ട് ആരാധിക്കുന്നത്. യോഗ്യനെ വേണ്ടേ ആരാധിക്കാൻ? 9-ാം വാക്യം വായിച്ചേ മോളെ. 9-ാം വാക്യം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. ഒന്നുകൂടെ വായിച്ചു 9-ാം വാക്യം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ യോഗ്യൻ. അപ്പൊ ആരാധനയ്ക്ക് അർഹനാകാൻ കാരണം അവിടുന്ന് യോഗ്യനാ. കണ്ടാൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. യോഗ്യനാ. നല്ലൊരു തലയും 2 കൈയും 2 കാലും. ആ മുഖത്തോട്ട് നോക്കിയാൽ കണ്ണ് പറക്കുകയല്ല. കാരണം മുഖത്തോട്ട് നോക്കിയാൽ എന്തോ സൗന്ദര്യമാണെന്നറിയാമോ? എൻ്റെ പ്രിയനോ വെണ്മയും ചുമപ്പും ഉള്ളവൻ 10,000-ങ്ങളിൽ ശ്രേഷ്ഠൻ. മുഖമൊക്കെ നല്ല പ്രസന്ന വദനനായിട്ടായിരിക്കുന്നത്, ശാന്തമായിട്ട് നല്ല നല്ല മുഖമാണ്.
അല്ല അതിനെ കൊല്ലുമെന്നും പറഞ്ഞ് കണ്ണ് ഉരുട്ടിയിരിക്കുകയല്ല. നല്ല മുഖമാണ്, നല്ല ആ മുഖത്തോട്ട് നോക്കി ആ കണ്ണ് പറിക്കുകയല്ല. സൈമൺ സാറ് പറഞ്ഞിരിക്കുന്ന മുഖത്തിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീഴുന്ന നിൻമുഖത്തു നിന്നോ തൂകും നന്മധു പൂരത്തിലമ്പൈ, നിൻമുഖത്തു നിന്നു തൂകും നന്മധു പൂരത്തിലമ്പൈ. അപ്പോൾ മുഖത്തിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീഴുന്നെന്ന്. മുഖത്ത് തേൻ തുള്ളി തുള്ളിയായിട്ട് വീണ ആരേലും ഇട്ടേച്ച് പോവോ? നോക്കിയിരിക്കുക. മാത്രമല്ല വായിന്ന് വരുന്നത് ലാവണ്യവാക്കും. അല്ലാതെ നിന്നെ കണ്ടിക്കും സമകരിക്കും ചുട്ടുകളയും കത്തിക്കുമെന്നൊന്നും അല്ല പറയുന്നത്. വായിന്ന് വരുന്നതെല്ലാം ലാവണ്യവാക്ക. സ്തോത്രം. അതുകൊണ്ട് പള്ളി ഇരുന്ന എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേലായി. 2-3 ദിവസം വചനം കേട്ടിട്ടൊരു ചെറുക്കൻ എഴുന്നേറ്റ് പോലും പോകുന്നില്ല. ഇവിടെ നിന്നേ കൂടെ എഴുന്നേറ്റ് പോവുക. നമ്മൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ കൂടെ എഴുന്നേറ്റ് പോയി അവിടെ നിന്ന് റോന്തടിച്ച് വീണ്ടും വന്നിരിക്കുന്നു. ഇനിയും പോകാനിരിക്കുക. സ്തോത്രം. മുന്നേ ഇരുന്ന ആൾ എഴുന്നേറ്റ് പുറകിൽ പോയിരിക്കുന്നു, പുറകിരുന്ന പുള്ളി മുന്നോട്ട് കയറിയിരിക്കുന്നു. പിന്നെ വർത്താനം പറയാൻ നമ്മുടെ യോഗത്തിനെ എന്നാൽ യേശു 3 ദിവസം യോഗം നടത്ത ആരും എഴുന്നേറ്റ് കൊച്ചുങ്ങൾ പോലും പോകുന്നില്ല. കാരണം അതുപോലത്തെ വാക്കാ വായിന്ന് വരുന്നത്, ലാവണ്യ വാക്ക്. സ്തോത്രം. അതാ അവിടുന്ന് യോഗ്യനാ. ഇതുപോലെ യോഗ്യനായ ശ്രേഷ്ഠനായ ഒരുവനില്ല. എൻ്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000 ശ്രേഷ്ഠൻ. വായിന്ന് വരുന്നത് ലാവണ്യവാക്ക്. മുഖത്ത് നല്ല പ്രസന്ന വദനന. പുരുഷലക്ഷണം അങ്ങനെ. പ്രസാദം വദനത്തെങ്കിലും കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. അതാ പുരുഷലക്ഷണം. പ്രസാദം വദനത്തെങ്കിലും മുഖത്തൊരു പ്രസാദമൊക്കെ കാണണം. ചുമ്മാ കടുവ നോക്കും പോലെ പിള്ളേരെ നോക്കിയാൽ പിള്ളേർ കല്ലെടുത്തെറിയും. ഞാൻ ഇവിടുത്തെ വലിയ പുള്ളിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയാൽ പഴയ കാലമല്ല. സ്തോത്രം. സൈക്കിളെ നിറങ്ങാൻ പോലും നിനക്ക് ആവതില്ല. മനസ്സിലായോ? സൈക്കിളെ കയറിയ ചെയ്ത് ഇറങ്ങുന്നത് തന്നെ അപ്പം പിള്ളേരോട് വളരെ ദയോടെ കരുണയോടെ പ്രസാദം വദനത്തെങ്കിൽ മുഖത്തൊക്കെ പ്രസാദം വേണം. പ്രസാദം വദനത്തെങ്കിലും കാരുണ്യം ദർശനത്തിലും നോട്ടത്തിലൊരു കരുണയൊക്കെ വേണം. എന്തുകൊണ്ട് കുഞ്ഞെ സൗഖ്യമായിട്ടിരിക്കുന്നില്ല? ആട്ടെ വേണ്ടേ? ഞാൻ ഭാഷ എന്നും പറഞ്ഞ് നീ കടുവ പോലെ പോയാൽ പിള്ളേർ കാജത്തറ്റാലിക്ക് തന്നെ ഏറ്റു. ഭാഷ എന്ന് പറഞ്ഞു. കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും നല്ല രമ്യമായി മധുരയോടെ സംസാരിക്കണം. നിന്റെ വാക്ക് കേൾക്കുമ്പം കരിങ്കലെടുത്ത് എറിയാൻ തോന്നരുത്. എന്നിട്ട് പറയുക സുവിശേഷ വിരോധികൾ ഈ ദേശത്ത് വായും ചുണ്ടും അടങ്ങി നടക്കണം. മാധുര്യം വാക്കിലും ഇങ്ങനെയുള്ളവനാ പുരുഷോത്തമൻ. അതാ പുരുഷ ലക്ഷണം. ഇത് സകല ലക്ഷണവും യേശുവിലുണ്ട്. സ്തോത്രം. പൊൻപിള്ളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ. പൊൻപിള്ളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ. ഒക്കുന്നില്ല. പൊൻപിള്ളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ. വെള്ളോടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ടേൻ ഉത്തമ പുരുഷനെ കണ്ടേൻ. പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. അപ്പോൾ ഉത്തമ പുരുഷനാ ക്രിസ്തു. പണ്ട് എഴുത്തച്ഛൻ്റെ 24 വൃത്തം എന്ന് പറഞ്ഞൊരു പദ്യമുണ്ട്. എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ പുസ്തകം വല്യമ്മച്ച് പണ്ട് പാടി കേട്ടിട്ടുമുണ്ട്. അതിനകത്ത് ഒരു പ്രയോഗമുണ്ട്, ഉത്തമ പുരാണ പുരുഷൻ എന്ന.
അത് പഴയ പ്രയോഗമാണ്. വെൺമതികലാപരുണനംബിക ഗണേശൻ നിർമ്മല ഗുണാകമല ഭഗവാനും നാൻമുഖനുമാച്ചു കവി മാതുഗുരുഭൂതർ നന്മകൾ വരുത്തുക കരിര. അത് നല്ല പ്രയോഗമാണ്. ഉത്തമ പുരാണ പുരുഷന്റെ ചരിതാനാം ഉത്തമമിതാതിലക നായക ചരിത്രം. നല്ല പ്രയോഗമാണ്, എഴുത്തച്ഛൻ്റെ വരികളാണ്. അപ്പോൾ ഉത്തമ പുരാണ പുരുഷൻ, സാക്ഷാൽ ഉത്തമ പുരുഷൻ, യോഗ്യൻ, ശ്രേഷ്ഠൻ, ഉന്നതൻ, മഹിമയുള്ളവൻ, മഹത്വമുള്ളവൻ. അപ്പോൾ ആരെ ആരാധിക്കണം? അവൻ ഇത് ആരാധനയ്ക്ക് യോഗ്യനാകുന്ന കുഞ്ഞാട്. എന്താ ഈ കുഞ്ഞാടിന്റെ വിശേഷത? യോഗ്യനാകാൻ കാരണം ഒന്ന്, അവിടുന്ന് അവൻ ജയം പ്രാപിച്ചവനാ. രണ്ട്, അവിടുത്തെ പരിശുദ്ധ രക്തം നമുക്ക് വേണ്ടി ചീന്തി, അതുകൊണ്ട് അവിടുന്ന് യോഗ്യനാ. മൂന്ന്, അവിടുന്ന് യോഗ്യൻ തന്നെയാ. അതാണ് 9-ാം വാക്യം. ഒന്നുകൂടെ വായിച്ചോ മോളെ, 9-ാം വാക്യം. പുസ്തകം വാങ്ങുവാനും അതിന് മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. അവിടുന്ന് യോഗ്യനാ. മാത്രമല്ല, അടുത്തത് ആരാധനയ്ക്ക് യോഗ്യനാകാൻ കാരണം സർവ്വ സൃഷ്ടികളും അവിടുത്തെ വാഴ്ത്തുന്നു. 13-ാമത്തെ വാക്യം വായിച്ചേ, 13-ാം വാക്യം, 5:13. സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വം. അപ്പൊ സകല സൃഷ്ടിക്കും അവന് സ്തോത്രം ആരാധിക്കുവാൻ യോഗ്യനാണ് ക്രിസ്തു. പഴയൊരു പാട്ടുണ്ട്, ഉമ്മ ഇരിക്കല്ലയോ, രണ്ടുപേര് പാട്, വെറുതെ ഇരിക്കല്ലയോ. വനഭൂമി സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ, വനഭൂമി സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ, മാനമായി ചമച്ചതേ ബാബാഹി മമേശ, മാനമായി ചമച്ചതേ ബാബാഹി മമേശ. ഓ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിടുന്നു നന്ദിയോടടിയാർ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. ദൈവത്തെ സ്തുതിക്കുക. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാകുന്ന കുഞ്ഞാട്. ഞാൻ കമ്പിവാചകം പോലെ പറഞ്ഞു പോകാം. ഒന്ന്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. രണ്ട്, ആരാധനയ്ക്ക് യോഗ്യനാകുന്ന കുഞ്ഞാട്. മൂന്ന്, ഈ പുസ്തകം പഠിക്കുമ്പോൾ അവിടുന്ന് കോപത്തിന്റെ കുഞ്ഞാടെന്നൊരു പ്രയോഗമുണ്ട്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള തിരുവെടുത്ത് വായിച്ചേ മോളെ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തിലേക്ക് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ. അപ്പോൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുക. മൂന്നാമത്തെ ഈ കുഞ്ഞാട് കോപത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കുഞ്ഞാട് ലോകപാപം ചുമക്കുന്ന കുഞ്ഞാട്. ആ കുഞ്ഞാടിന്റെ പരിശുദ്ധ രക്തത്താൽ പാപം മോചിക്കും. അങ്ങനെ പാപമോചനം പ്രാപിക്കണം. പാപമോചനം പ്രാപിച്ച വ്യക്തികൾ ആ കുഞ്ഞാടിനെ ആരാധിക്കണം. അതാ വ്യവസ്ഥ. അങ്ങനെ പാപമോചനം പ്രാപിക്കാതെ ഈ കുഞ്ഞാടിനെ ആരാധിക്കാതെ ഈ കർത്താവിനെ സ്തുതിക്കാതിരുന്നാൽ ഇനിയത്തെ രീതി ആ കുഞ്ഞാട് കോപത്തിന്റെ കുഞ്ഞാടായിട്ട് വരും. കുഞ്ഞാടിന്റെ കോപം അങ്ങനെ വായിക്കുന്നത്, കുഞ്ഞാടിന്റെ കോപം. ഈ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 6 മുദ്ര പൊട്ടിക്കുന്നതാ. മൊത്തം 7 മുദ്രയാ. അതിൽ 6-ാം അധ്യായത്തിൽ 6 മുദ്ര പൊട്ടിക്കും. ഈ ആറാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ പ്രധാനമായിട്ട് 6 സംഭവങ്ങൾ നടക്കും. അതാണ് 12-ാം വാക്യം. ഒന്ന്, വലിയൊരു ഭൂകമ്പം. 2, സൂര്യൻ ചന്ദ്രനുമെല്ലാം ഇരുണ്ടു പോകുന്നു. അതാണ് 2. 3, നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നു. 4, ആകാശം പുസ്തക ചുരുളുന്നത് പോലെ ചുരുണ്ടു പോകുന്നു. 5, മലകളും ദ്വീപുകളും എല്ലാം സ്വസ്ഥാനത്ത് നിന്ന് ഇളകുന്നു. 6, ഭൂവാസികൾ ഭയവികലരായി ഗുഹകളിലും ഗഹ്വരങ്ങളിലും എല്ലാം പോയി ഒളിക്കുക. അതാണ് ഈ കോപത്തിന്റെ കുഞ്ഞാട്. വിസ്തരിക്കുന്നില്ല, ഇനി നടക്കാൻ പോകുന്ന സംഭവമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും മഹാവ്യാധികളും
സ്തോത്രം. സൂര്യൻ കരിമ്പടം പോലെ കറക്കും. ചന്ദ്രനിലും സൂര്യനിലും മാറ്റങ്ങൾ ഉണ്ടാകും. നക്ഷത്രങ്ങൾ പെരുങ്കാറ്റടിച്ചിട്ട് കായ് ഉതിർക്കുന്നത് പോലെ ഭൂമിയിലേക്ക് വീടുന്നൊരു സുദിനം വരാൻ പോകുകയാ. അതൊക്കെ ആദ്യത്തെ ദിവസം പുള്ളി വെറുതെ എന്തിനാ സ്തോത്രം പൂവിറ്റെടുത്ത് പുല്ല് വയ്ക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, ദൈവത്തിൻ്റെ മകൻ. എന്നാലും ഒരു കാര്യം പറയാം, കുഞ്ഞാട്, ആ കുഞ്ഞാട്ടിൻ്റെ കോപത്തിൽ നിന്ന് നീ രക്ഷപ്പെടണം. രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, കുഞ്ഞാടിനെ രക്ഷിതാവായി സ്വീകരിക്കണം, യേശുവിന് ഉള്ളത്തിൽ ഏറ്റെടുക്കണം, ആ കർത്താവിനെ ആരാധിക്കണം. ആ വരാനുള്ള കോപത്തിൽ നിന്ന് നിനക്ക് രക്ഷ നേടാം. കുഞ്ഞാട്ടിൻ്റെ കോപദിവസം വരും നേരം, കുഞ്ഞാട്ടിൻ്റെ കോപദിവസം വരും നേരം, ഓടും ദുഷ്ടർ തേടും രക്ഷ കാണുകയില്ല നിശ്ചയം, ഓടും ദുഷ്ടർ തേടും രക്ഷ കാണുകയില്ല നിശ്ചയം. ആ ഈ ലോക സ്നേഹിതന്മാർക്ക് ഭീതിയേറുമേ, ഈ ലോക സ്നേഹിതന്മാർക്ക് ഭീതിയേറുമേ. ഓ ഈ ലോകം നിന്നെ വെറുക്കും, നീ അന്ധനായി തീരുമേ, ഈ ലോകം നിന്നെ വെറുക്കും, നീ അന്ധനായി തീരുമേ. ഭൂലോകമോ വരും കാറ്റിനാൽ ഇളകിടും, ഭൂലോകമോ വരും കാറ്റിനാൽ ഇളകിടും, ആ കായലും സമുദ്രങ്ങളും ഒന്നുപോൽ മുഴങ്ങുമേ, കായലും സമുദ്രങ്ങളും ഒന്നുപോൽ മുഴങ്ങുമേ. ആ കുഞ്ഞാട്ടിന്റെ കോപദിവസം വരും നേരം, കുഞ്ഞാട്ടിന്റെ ദിവസം വരും നേരം, ഓടും ദുഷ്ടർ തേടും രക്ഷ കാണുകയില്ല നിശ്ചയം, ഓടും ദുഷ്ടർ തേടും രക്ഷ. അപ്പൊ ശ്രദ്ധിക്കുക, ആ കുഞ്ഞാടിന്റെ കോപദിവസം വരുന്നതിന് മുമ്പ് അതിൽ പെട്ടുപോകാതെ രക്ഷപ്പെടാൻ ഇന്ന് രാത്രി ലോകപാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാടാകുന്ന യേശുവിനെ നീ ഉള്ളത്തിൽ ഏറ്റെടുക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. ആ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിനെ ഇന്ന് രാത്രി ആരാധിക്ക്. വരുവാനുള്ള കോപത്തിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കും. ഓടിച്ചു മുമ്പോട്ട് പോകാൻ സമയത്തെയും ഭയപ്പെടുന്നു. 1, ലോകപാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. 2, ആരാധനയ്ക്ക് യോഗ്യനാകുന്ന കുഞ്ഞാട്. 3, കോപത്തിന്റെ കുഞ്ഞാട്. 4, വേദപുസ്തകം പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ അത് നമുക്ക് പ്രത്യാശ ഉളവാക്കുന്ന ഒരു പ്രയോഗമാണ്. നമ്മളെ വേളി കടിക്കാൻ വരുന്ന കുഞ്ഞാട്. സ്തോത്രം. 19-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചോ മോള്. വെളിപ്പാട് പുസ്തകം 19-ന്റെ 7, വേളി കടിക്കാൻ വരുന്ന കുഞ്ഞാട്. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ അലങ്കാര ഭാഷയില്ല. കുഞ്ഞാട് ക്രിസ്തുവാ. ക്രിസ്തുവിന്റെ വേളി മഹോത്സവം നടക്കും. വധു ആരാണെന്നറിയാമോ? ദൈവസഭ. ആ വരനാണ് യേശു ക്രിസ്തു, കുഞ്ഞാട്. നെടലും പൊരുളുമായിട്ട് ധാരാളം സംഭവങ്ങൾ തിരുവെടുത്തിലുണ്ട്. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആ വിവാഹ നിശ്ചയം അലങ്കാര ഭാഷയാ. വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ആ നിശ്ചയം ഉറപ്പിച്ചു. നിശ്ചയിക്കപ്പെട്ട വധുവിൻ്റെ ഒറ്റ പ്രതീക്ഷയുള്ളൂ, വേളി കടിക്കാൻ വരുന്ന കുഞ്ഞാടിന് വേണ്ടി ഒരുങ്ങി നിൽക്കണം. വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടികളോടൊക്കെ ചോദിച്ച് അവര് വളരെ ശ്രദ്ധിച്ചേ ജീവിക്കുകയുള്ളൂ. ഇല്ലേ? മിണ്ടുകയല്ല. എവിടെ നിശ്ചയം കഴിഞ്ഞ്? അവൻ ഓട്ടോയിൽ വന്ന് കയറി വരാൻ പറഞ്ഞ് അങ്ങനെ പോയി. നിശ്ചയം വന്നു. ഓ, അവർ നിശ്ചയിച്ചു വൈകിട്ട് 5:30 ഓട്ടോയിൽ വരും, അന്നേരം നീഞ്ഞ് വന്നാൽ മതിയെന്ന്. ആ നിശ്ചയത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞ്. വീട്ടുകാരും നാട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് ആലോചിച്ച് കുടുംബക്കാരെ ചുമതലപ്പെട്ടവർ നടത്തുന്ന കല്യാണമുണ്ട്, ഒരു നിശ്ചയമുണ്ട്. ആ നിശ്ചയം കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പ്രതീക്ഷയും ആഗ്രഹവും ആവേശമെല്ലാം ആ വിവാഹ ദിവസമാണ്. വിവാഹ ദിവസം കഴിയുമ്പോൾ ആ വരൻ്റെ കൂടെ വരൻ്റെ വീട്ടിലോട്ട് പോകണം. കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പോവാന്ന് പറഞ്ഞാൽ യോടി കല്യാണം കഴിച്ച് ചെറുക്കന് കയ്യും കൊടുത്തു മാന്ന് പറയുമ്പോൾ ഞാൻ പോടാ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പോവാന്ന് പറഞ്ഞാൽ ആ പെങ്കൊച്ചിന് എന്തോ സാരമായ കുഴപ്പമുണ്ട്. അവൻ്റെ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടായി. അപ്പോൾ ഈ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തു തൻ്റെ തിരുസഭയെ വേളി കടിക്കാൻ വരും.
അപ്പം അതിനു മുമ്പ് നിശ്ചയമുണ്ട്. ആ നിശ്ചയമാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത്. ഇന്ന് രാത്രി ഉറപ്പിക്കണം. 5 പൈസ മുടക്കണ്ട, അരക്കാശും മുടക്കണ്ട. ഭൗതിക വസ്തുക്കൾ ഇവിടെ പിന്നെ ദോത്രകാഴ്ച എടുത്തത് പുള്ളി പരുവക്കേടായതുകൊണ്ട് എടുത്തതാ. അല്ല, ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. സ്തോത്രം. ദൈവത്തിന് ഇത് ആവശ്യമില്ലെന്ന്. നിന്റെ 5 പൈസ ദൈവത്തിന് വേണ്ട. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും നിവാസികളെ യഹോവയ്ക്കുള്ളതാ. എനിക്ക് വിശന്നാ ഞാൻ നിന്നോട് ചോദിക്കുമോ, തങ്കമ്മേ രോഴിയെ കൊണ്ടുപോകാൻ കറി വെച്ച് കൂട്ടണമെന്ന് ദൈവം പറയുമോ? അയ്യോ, ഇച്ചിരി പോത്തിറച്ച് കൊണ്ടുവേണം മേരിക്കുട്ടി, അടുത്ത ആഴ്ച എനിക്ക് ഇച്ചിരി ആഹാരം വേണം, ഒത്തിരി നാളായി ഞാൻ ഇറച്ചി ദൈവം പറയുമോ? കാട്ടിലെ 1000 ജന്തുക്കളെല്ലാം ദൈവത്തിൻ്റെതല്ലേ. സ്തോത്രം. ദൈവം പറയുക, തങ്കമ്മേ 2 മെഴുകുതിരി കൊണ്ടുവരണം, ഞാൻ ഇരുട്ടത്തിരിക്കുക. അയ്യോ, ഈ ഒറ്റ മിന്നലിന് ലോകം മുഴുവൻ വെട്ടവാ. അന്നേരം അതിൻ്റെ മെഴുകുതിരി ഒരു മിന്നൽ, ഒറ്റ മിന്നലടിച്ചപ്പോൾ മുഴുവൻ വെട്ടമായി. 10 പൈസ വരെ നമുക്ക് കാണാം. അന്നേരം നീ യേശുവെ നീ ഇരുട്ടത്തിരിക്കണ്ടെന്ന. ദൈവത്തിനൊന്നും വേണ്ട. ദൈവത്തിന് ട്യൂബ് ലൈറ്റും വേണ്ട, ഹാലജനും വേണ്ട. അയ്യോ, ദൈവം വെളിച്ചവാ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന് ഇതൊന്നും അല്ല ആവശ്യം. ദൈവത്തിന് നമ്മളെ ആവശ്യമാണ്. നമ്മുടെ ഉള്ളത്തിലേക്ക് വരാൻ അവിടുന്ന് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ നിശ്ചയിക്കപ്പെട്ട ആ വധു തൻ്റെ ആഗ്രഹം, പ്രതീക്ഷ, പ്രത്യാശ വിവാഹ ദിവസമാണ്. അപ്പൊ ആ വിവാഹ ദിവസത്തിൽ എത്രയും സുന്ദരിയായി, സുമുഖിയായി, മിടുക്കിയായി, മനോഹര രൂപയായി ഒരുങ്ങി വരാനാ താല്പര്യപ്പെടുന്നത്, ഇല്ലേ? ഇപ്പോഴത്തെ വിവാഹത്തിന്റെ ഒരുക്കമൊന്നും ഞാൻ പറയുന്നില്ല. ഈ തെക്കൻ തിരുവിതാംകൂറിൽ എനിക്ക് വലിയ തിട്ടമില്ല. നമ്മുടെ അവിടെയൊക്കെ കണ്ട കണ്ണടച്ച് വേണം ഉഭയസമ്മതം കൊടുക്കാൻ. അതുപോലത്തെ പരുവക്കേടായിരിക്കുക. സ്തോത്രം. കണ്ണടച്ച് വേണം, കാരണം എല്ലാം പരുവക്കേടാ. ദൈവത്തിന് മഹത്വം. എന്നാൽ യോഗ്യമായിട്ട് ഒരുങ്ങി വരുന്ന പെൺകുട്ടികളുണ്ട്. എത്രയും മാന്യമായി, യോഗ്യമായി, വൃത്തിയായി, വെടിപ്പായിട്ട്. അതല്ലേ 45-ാം സങ്കീർത്തനം വായിച്ച മോളെ. 45-ാമത്തെ സങ്കീർത്തനത്തിന്റെ 13 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. അന്തപുരത്തിലെ രാജകുമാരി സോനായേ, ഒന്നുകൂടെ വായി. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവർ കൊണ്ടുവരും. അവർ മന്ദിരത്തിൽ പ്രവേശിക്കും. മതി. ഇനിയിപ്പം അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭ. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം. എന്തു പരിപൂർണയാമിവൾ. അണിയും വസ്ത്രം പൊൻകസബ് കൊണ്ടു നെയ്തതാ. എന്തു പരിപൂർണയാമിവൾ. അണിയും വസ്ത്രം പൊൻകസബ് കൊണ്ടു നെയ്തതാ. എൻ മനസ്സുയരുന്നകോ നന്മയേറും വചനത്താൽ. എൻ മനസ്സുയരും നകോ നന്മയേറും വചനത്താൽ. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വേലി കടിക്കാൻ വരുന്ന കുഞ്ഞാട് അത് യേശുക്രിസ്തുവാണ്. ആരാ വധു? ദൈവസഭ. ഏതാ ദൈവസഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. ആ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം പിന്നത്തേതിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കൂട്ടായ്മ ആചരിച്ച് തിരുമേശി എടുത്ത് പ്രാർത്ഥന കഴിച്ച് ആമേൻ തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുണ്ട്. ഈ വിധത്തിൽ വാട്ടം, കറ, ചുളുക്കം, മാലിന്യം ഒന്നും ഏശാതെ ശുദ്ധയും ശുഭ്രയുമായി തനിക്ക് മുൻനിർത്തേണ്ടതിന് അവനവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുക. അങ്ങനെ നിൽക്കുന്ന ആ കാന്തയെ വേളി കടിക്കാൻ അവൻ വരുന്ന ഒരു കുഞ്ഞാട്. അതാണ് വേലി കടിക്കാൻ വരുന്ന കുഞ്ഞാട്. ആമേൻ. സ്തോത്രം. വധു ദൈവസഭ.
ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യവും കൂടെ പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് നിർത്താം. സ്തോത്രം. 5-ാമത്തെ വിഷയം വിളക്കാകുന്ന കുഞ്ഞാട്. അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. അപ്പൊ ഇപ്പൊ തന്നെ സമയമായി. വിളക്കാകുന്ന കുഞ്ഞാട്. വായിച്ചേ മോളെ, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിക്കാം. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. വിളക്കാകുന്ന കുഞ്ഞാട്. ശ്രദ്ധിക്കുക, ഒന്ന് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. 2 ആരാധനയ്ക്ക് യോഗ്യനാകുന്ന കുഞ്ഞാട്. 3 കോപത്തിന്റെ കുഞ്ഞാട്. 4 വേളി കടിക്കാൻ വരുന്ന കുഞ്ഞാട്. 5 വിളക്കാകുന്ന കുഞ്ഞാട്. ഇവിടെ വിളക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് പുതിയ യെരൂശലേമാണ്. 21-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട വിഷയം പുതിയ യെരൂശലേമാണ്. ഭർത്താവിനായിട്ട് അലങ്കരിച്ച് മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാ. തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുക. ആമേൻ. പൗലോസ് പറഞ്ഞു, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, അതാ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരും അത് കണ്ടിട്ടില്ല. ഏതാണ്ടൊരു ചെറിയ രൂപരേഖയൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന്, അതിൻ്റെ മുഴുവൻ പണികളും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അതൊക്കെ സർവജ്ഞാനിയായ ദൈവം തൻ്റെ തിരുഹൃദയത്തിലെ നിർണയപ്രകാരം ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുക. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് പുതിയ യെരൂശലേം. സ്തോത്രം. ഈ യെരൂശലേമിന്റെ, പുതിയ യെരൂശലേമിന്റെ പ്രത്യേകത ഒന്ന്, ഇത് ദൈവ തേജസ്സുള്ള നഗരമാ. ജ്യോതിസ് ആമേൻ സ്തോത്രം പ്രകാശിക്കുന്ന നഗരമാ. 10ഉം 11ഉം ബാക്കി ഒന്ന് വായിച്ചേ മോളെ. 21-ന്റെ 10ഉം 11ഉം. ഈ നഗരത്തിന്റെ പ്രത്യേകത ഒന്ന്, ദൈവ തേജസ്സുള്ള നഗരമാ. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിലേക്ക് കൊണ്ടുപോയി, യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ള. അപ്പോൾ ഈ നഗരത്തിന്റെ പ്രത്യേകത, ഇത് ദൈവ തേജസ്സുള്ള നഗരമാ. ദൈവത്തിന്റെ മഹത്വം മാത്രമല്ല, ഇതിന് പട്ടണത്തിന് ചുറ്റും വലിയ വൻമതിലുണ്ട്. 12-ാം വാക്യം വായിച്ചേ മോളെ. വൻമതിൽ എന്നാ, അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും, ഗോപുരങ്ങൾ 12. അപ്പോൾ പട്ടണത്തിന് ചുറ്റും വലിയ വൻമതിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ വലിയ ഡൈവ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞ് ചാടി ഇതിനകത്ത് കയറാൻ ഒക്കുകയില്ല. സ്തോത്രം. തിരുവനന്തപുരം ജില്ലയിലെ മിസ്റ്റർ ഞാനാന്ന് പറഞ്ഞാലൊന്നും ഇവിടെ കയറാനൊക്കത്തില്ല. എനിക്ക് കാട്ടാക്കുസ്തിരിയാ, ഞാൻ ജൂഡോയാന്ന് പറഞ്ഞാലൊന്നും ഇതിനകത്ത് കയറാൻ ഒക്കുകയില്ല. ഞാൻ പിന്നെ പറയാം. അപ്പൊ ഇത് വലിയ വൻമതിലുള്ളതായി നഗരം. അതാണ് ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഒന്ന്, ദൈവ തേജസ്സുള്ളത്. 2, ഇത് പട്ടണത്തിന് ചുറ്റും വലിയ വൻമതിലുണ്ട്. 3, ഈ നഗരത്തിന് ഏതാണ്ട് 2200 കിലോമീറ്ററോളം വീതിയും നീളവും ഉയരവുമാണ്. 2200 കിലോമീറ്റർ നീളം, അതുപോലെ തന്നെ വീതി, അതുപോലെ തന്നെ ഉയരം. എന്ന് പറഞ്ഞാൽ സ്ഥലമില്ലെന്നോർത്ത് ആരും അങ്ങോട്ട് വരാതിരിക്കണ്ട. ഇവിടെ നമ്മളെല്ലാവരോടും ചെന്നാൽ അവിടെ ഇടയുണ്ടോ? ഇഷ്ടംപോലെ ഇട കിടക്കുക, നീ ഇഞ്ഞ് വന്നാൽ മതി. അതാണ് ഈ നഗരത്തിന്റെ വിശേഷത. 4, ഈ പട്ടണത്തിന്റെ വിശേഷതയുണ്ട്. ഇത് മതിലിന്റെ വിശേഷതയാ. പട്ടണത്തിന്റെ വിശേഷത ഒന്ന്, പൊക്കമുള്ള വൻമതില്. 2, അവിടെ വായിക്കുന്നത് 12 ഗോപുരം. അങ്ങനല്ലേ മോളെ? 12 ഗോപുരം. 12 ഗോപുരവും, ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും. 12 ഗോപുരമുണ്ട്. ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുണ്ട്. പിന്നെ അടുത്തത് 4 ദിശകളിലും 700 കിലോമീറ്റർ നീളത്തിലാ 4 ഗോപുരം. 2220 കിലോമീറ്ററിലെ നീളവും വീതി ഉയരവും. അപ്പൊ 700 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു വലിയ വാതിൽ ഗോപുരമാണ്. പിന്നെ 700 കിലോമീറ്റർ ചെല്ലുമ്പം അത്രയ്ക്ക് നല്ല പട്ടണമായത് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന. ആർക്കും ഒരു സന്തോഷമില്ല, പ്രത്യാശയില്ല. അത് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട്. പിന്നെ സ്തോത്രം. ഇതിന് 12 അടിസ്ഥാനമുണ്ട്. 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ ഉണ്ട്. ഇനി മതിലിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അത് 12 വിധ രത്നങ്ങളാ. മോളയാ 21 മുതലുള്ള തിരുവെടുത്തൊന്ന് വായിച്ചേ. 21-ാം അധ്യായത്തിന്റെ 19 മുതൽ വായിച്ചോ. 21-ന്റെ 19 മുതൽ. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത്തേത് നീലരത്നം, 3-ാമത്തേത് മാണിക്യം, 4-ാമത്തേത് മരതകം, 5-ാമത്തേത് നഹവർണി, 6-ാമത്തേത് ചുവപ്പുകല്ല്. അപ്പോൾ ഇത് രത്നങ്ങളാൽ 12 രത്നങ്ങളാൽ നിർമ്മിതമാക്കപ്പെട്ടിരിക്കുന്ന മന്ദിരമാണ്. സ്തോത്രം. മതിലിനെ ഇതാ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ മതിലിന് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമി പാർക്കുമ്പം ഇതൊന്നും അധികം ഇടാതെ എടുക്കാതെ ഇരിക്കുന്നത്. അല്ല, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. മിണ്ടുന്നില്ല. അതാ
ഒന്നുകൂടെ വായിച്ചോ മോളെ 19-ാം വാക്യം. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ശരിക്കും കേക്ക്, ഉറങ്ങാതെ കേക്ക്. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം. ഇങ്ങോട്ട് നോക്ക്, കുനിഞ്ഞിരിക്കാതെ ഇങ്ങോട്ട് നോക്ക്. മതിലിന്റെ അടിസ്ഥാനമായി പറഞ്ഞ ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം. നീ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? സൂര്യ TV കണ്ടോണ്ടിരിക്കുന്ന കാര്യമല്ല പറഞ്ഞ്, സൂര്യകാന്തത്തിന്റെ കാര്യമാണ് പറഞ്ഞ്. ഞാൻ എന്നും സൂര്യ കാണും, വലിയ നല്ലതാ, അതിന്റെ കാര്യമല്ല പറഞ്ഞത്. സൂര്യകാന്തം. പിന്നെ നീലരത്നം. നീലം കണ്ടിട്ടുണ്ട്, രത്നമൊന്നും കണ്ടിട്ടില്ല. അത് നീലം എടുത്ത് മുക്കിയാണ്ട് ആപ്രിക്കാപ്പ് പോണ പോലെല്ലാം നീലം മുക്കി വന്നിരിക്കുക, അതിന്റെ കാര്യമല്ല പറഞ്ഞ്. നീലരത്നം. പിന്നെ മൂന്നാമത്തേത് മാണിക്യം. നാലാമത്തേത് മരതകം. അഞ്ചാമത്തേത് നഖവർണി. ആറാമത്തേത് ചുവപ്പ് കല്ല്. ഏഴാമത്തേത് പീതരത്നം. പിന്നെ എട്ടാമത്തേത് ഗോമേതകം. ഒമ്പതാമത്തേത് പുഷ്യരാഗം. പത്താമത്തേത് വൈഡൂര്യം. 11ാമത്തേത് പത്മരാഗം. 12ാമത്തേത് സുഗന്ധിരത്നം. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ 12 രത്നങ്ങൾ കൊണ്ടാണ് മതിലിന്റെ ഉപയോഗിച്ചിരിക്കുന്ന സാധന സാമഗ്രികൾ. ഇങ്ങനെയുള്ള രത്നങ്ങളും ഈ വിശേഷപ്പെട്ട കാര്യങ്ങൾ അവിടെ ക്രമീകരിച്ചിരിക്കുന്നതുകൊണ്ടാ ഇതൊക്കെ വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കൾ ഇത് അതിന് കീഴെയുള്ള അത്രയും വിലയില്ലാത്ത, അത്രയും തേജസ് ഇല്ലാത്തത് വേണ്ടാന്നങ്ങ് വിചാരിച്ചാൽ ഇത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? തൂത്തോ അപ്പോൾ കരഞ്ഞൊന്നും ഇരിക്കരുത്, നല്ല സന്തോഷിച്ചിരിക്കണം. ഇതാ ഇതിൻ്റെ അടിസ്ഥാനങ്ങൾ, ഇതിൻ്റെ സാമഗ്രികൾ കൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കങ്ങ് നിർത്തുക. ദൈവത്തിന് മഹത്വം. ആരാ ഇതിനകത്ത് കടക്കുന്നത്? എല്ലാവരും ഒന്നും കടക്കത്തില്ല. 27-ാം വാക്യം വായിച്ചോ മോളെ. 27. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും ഈ പട്ടണത്തിൽ ആര് കിടക്കുമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറയാം, ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവര് കിടക്കും. ഇന്ന് രാത്രി ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത് ഇവിടെയുള്ള ആരുമല്ല, ഞാനല്ല, ഉപദേശിമാരല്ല, ഒരു സഭയുടെ മേലധ്യക്ഷന്മാരുമല്ല, പോപ്പല്ല, ബിഷോപ്പല്ല, മെത്രാനല്ല, ജമ്മാച്ചനും ഐമേനിയും തിരുമേനി പാസ്റ്റർമാരാരുമല്ല എഴുതുന്നത്. ഇത് എഴുതുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഇത് കാശ് കൊടുത്ത് എഴുതിപ്പിക്കുന്നതല്ല, പണം കൊടുത്ത് എഴുതിപ്പിക്കുന്നതല്ല, നിന്റെ കുടുംബശ്രേഷ്ഠതയാൽ എഴുതുന്നതല്ല. ഇന്ന് രാത്രി എഴുതാനൊരു ഒറ്റ മാർഗം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ആ രക്ഷകനായ യേശുവിനെ നീ സ്വീകരിക്കുമ്പോൾ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. ഒരിക്കൽ കൂടി പറയാം, മറ്റൊരുത്തനും രക്ഷയില്ല, യേശുക്രിസ്തു മാത്രമേക രക്ഷിതാവ്. ആ രക്ഷിതാവാകുന്ന യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. ജീവപുസ്തകത്തിൽ പേരെഴുതാത്ത ഒരുത്തനും അതിനകത്ത് കടക്കത്തില്ല. എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയവര് സകല ആൾക്കാർ അതിനകത്ത് കടക്കും. വിളക്കാകുന്ന കുഞ്ഞാടാണ് അതിന്റെ വിളക്ക്. സൂര്യനും ചന്ദ്രനും ഒന്നും അവിടെ ആവശ്യമില്ല. അവൻ കുഞ്ഞാടാണ് അതിന്റെ വിളക്ക്. ഇന്ന് രാത്രി വിളക്കാകുന്ന കുഞ്ഞാടിന് മഹത്വം കൊടുക്ക്. പാപങ്ങൾ മോചിക്കുന്ന കുഞ്ഞാട്, ആരാധനയ്ക്ക് യോഗ്യനാകുന്ന കുഞ്ഞാട്, പ്രൈസ് ദി ലോർഡ്, കോപത്തിന്റെ കുഞ്ഞാട്, വേളി കടിക്കാൻ വരുന്ന കുഞ്ഞാട്, വിളക്കാകുന്ന കുഞ്ഞാട്. ഇന്ന് രാത്രി ആ നല്ല കുഞ്ഞാടിന്റെ തൃക്കരങ്ങളിൽ എല്ലാവരും ഒന്ന് സമർപ്പിച്ചേ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒരു പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ പാടിയ ഞാൻ അങ്ങ് നിർത്താം. പിന്നെ ഇവര് പാടുന്ന പിന്നെ അവര് പാടിക്കോട്ടെ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ പാട്ടല്ലല്ലോ നിങ്ങളുടേത്. അപ്പൊ നിങ്ങൾ വേറെ പാടിക്കോ. ഞാനിപ്പം ഒരു ശീലം പാടി അങ്ങ് നിർത്താം. വേണ്ട വിളക്കാവിടെ സൂര്യ ചന്ദ്രരോ വേണ്ടൊട്ടുമേ, വേണ്ട വിളക്കാവിടെ സൂര്യ ചന്ദ്രരോ വേണ്ടൊട്ടുമേ, പരമസുതൻ തന്നെയതിൻ വിളക്ക്, പരമൊളിയാൽ ശോഭിച്ചിടും നീ പൂരം. പരമസുതൻ തന്നെയതിൻ വിളക്ക്, പരമൊളിയാൽ ശോഭിച്ചിടും നീ പൂരം. നിർമ്മലമാം സുഹൃതം തൻ പൊന്നൊളിയ നമരുമിട, നിർമ്മലമാം സുഹൃതം തൻ കാംക്ഷിച്ചു പാർത്തിടുന്നേ, പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ, പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ, പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ, കാംക്ഷിച്ചു പാർത്തിടുന്നേ, പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ.
കാക്ഷിച്ചു പാർത്തിടുന്നേ. നിന്നടിസ്ഥാനങ്ങളോ പ്രഭയുന്ന രത്നങ്ങളോ അവള നിറം കണ്ണീനു നൽകിടുന്നു. നയന സുഖം അവർ കേകിടുന്നു. ശബള നിറം വെണ്ണീനു നൽകിടുന്നു. നയന സുഖം കാൺമാവർ കേകിടുന്നു. നിർമ്മലമാം സുഹൃതം തൽ പൊന്നൊളിയാർ അമരുമിട. നിർമ്മലമാം സുഹൃതം തൽ പൊന്നൊളിയാർ അമരുമിട. കാക്ഷിച്ചു പാർത്തിടുന്നേ. പരസുതനെ കാക്ഷിച്ചു പാർത്തിടുന്നേ. ഓ പുരമിതിനെ കാക്ഷിച്ചു പാർത്തിടുന്നേ.